जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदम। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदम। उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युर्मृत्युर्नमाम्यहं। जय नरसिंह श्री नरसिंह जय जय नरसिंह। जय प्रह्लादेश जया पद्ममुख मुख पद्मभंगा भक्ति नरसिंह भगवान की जय। प्रहलाद महाराज की जय, गुरुदेव महाराज की जय, शिला प्रभुपाद की जय, गौर प्रमानंदे। हरे हरे बोल। ഹരേ കൃഷ്ണ സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആർക്കൊക്കെ കയറാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാനൊരു മെസ്സേജ് കേട്ടോട്ടെ ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് പണ്ട് ക്ലാസ്സിൽ കയറാമോ ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും പറ്റിയില്ല പ്രഭു, ഇപ്പോഴാ ഞാൻ കയറിയത്. 5 മിനിറ്റ് കൊണ്ട് നോക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 രാമ. ഹരേ കൃഷ്ണ. അപ്പൊ ഏത് മായ പ്രഭുജി ഏത് മായയാ വന്നത്? ഏത് മായയാ പിടികൂടിയത് അതെ ക്ലാസ് നടക്കാതിരിക്കാൻ? അതെ മായയാണ്. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ മായ പിടിക്കാതിരിക്കാൻ ഈ മൊബൈൽ, പക്ഷെ എന്റെ ഒറ്റ മണിക്കൂർ മായയിൽ നിന്ന് പോയി രാവിലെ. നീ ചാറ്റിങ്ങിന്റെ ഫസ്റ്റ് റൗണ്ട് ഞാൻ ഇപ്പോഴാണ് ജപിച്ചത്. ആരെങ്കിലും വിശ്വസിക്കോ? നിങ്ങളുടെ കൂടെയാണ് ആദ്യത്തെ റൗണ്ട്. ഞാൻ ഞാനിപ്പോ ഒരു 20 മിനിറ്റ് അതിനകത്തോട്ട് കയറാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ ഒരു തരത്തിൽ കയറിയതാ ഇപ്പൊ. അതെ, ആരൊക്കെയോ 6:30 മെസ്സേജ് മുതൽ അയച്ചു. അവരുടെ നോക്കും. മെസ്സേജ് ഒക്കെ ഞാൻ കേട്ട് നോക്കായിരുന്നു. അപ്പം വേറൊരു പ്രഭു ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് അവരുടെ ഇതിൽ ചെല്ലുവോ അതേ സമയത്ത് തന്നെയാണ്. ഇവിടുത്തെ 5 തൊട്ട് 5:30 വരെ ഇടയ്ക്കാണ് ഞാൻ ക്ലാസ് എടുക്കാൻ അവരുടെ അതിനകത്ത് എന്താന്ന് കാണാൻ പറ്റുന്നില്ല. അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് ഈ സമയത്ത്. അപ്പൊ ആ മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു. ഇവിടുത്തെ ഒരു സീനിയർ പ്രഭുവാണ്. അപ്പൊ ആ അപ്പൊ ഇങ്ങനെ ഈ ഇപ്പോഴും പ്രഭുവിന്റെ ക്ലാസ് തന്നെ ആകുമ്പോൾ ബോറാകുകയില്ലേ, അതുകൊണ്ട് മാറി മാറി ഓരോരുത്തർ അങ്ങനെ എടുക്കാനായിട്ടുള്ള ഒരാൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. അപ്പൊ നിങ്ങളൊക്കെ എന്നെ ബോറടിച്ച് കാണും. അത് സത്യാ. അല്ല, വെറുതെ പ്രഭു എടുക്കുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആരും എടുത്തിട്ട്. ആ, ഭഗവാനെ എന്റെ ദൈവം. സത്യം പറയുന്നത്, കള്ളം പറയുമല്ല. എനിക്ക് തോന്നിയിട്ടില്ല. പലരുടെയും ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. ചുമ്മാതെ പുസ്തകം മാത്രം വായിച്ച് അതിനകത്ത് നമ്മളോട് വായിച്ചോളാൻ പറയും. അതാണ് ക്ലാസ്. കുറ്റം പറയുന്നല്ല, ശരിയാ. അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സാരല്ല. അപ്പൊ മാതാജിക്ക് താങ്ക്സ്.
അല്ല പുകഴ്ത്തി പറഞ്ഞ കാര്യം പോലെ ഹരീഷ്. പ്രഭു ഉള്ള കാര്യം പറഞ്ഞു. പുകഴ്ത്തുന്ന പരിപാടിയേ ഇല്ല, നമുക്ക് പുകഴ്ത്തത്തില്ല, പക്ഷെ ആ, ഉള്ള കാര്യം പറയും. ഓക്കെ. ഹരീഷ് പ്രഭു, പ്രണാം പ്രഭു. പ്രണാം മാതാജി. ആരാ പ്രഭു പറഞ്ഞത് പ്രഭുവിന്റെ ക്ലാസ് ബോറടിക്കലെന്ന്? അതിപ്പം ഉത്തമഭക്തി മാതാജി എന്ന് പറയുന്ന മാതാജിയാണ് പറയാറുള്ളത്. ആരോടൊക്കെയോ പറഞ്ഞു എന്ന് കേട്ടു. ഉത്തമഭക്തി എന്ന പേര് എനിക്ക് അറിയത്തില്ല. ഞാൻ ആളെ തൊട്ട് കാണിക്കാം, പക്ഷെ ഈ അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെ ഉണ്ടാവില്ലേ പ്രഭു? ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. ഇല്ല ഇല്ല. എന്നിട്ട് വേറെ അയ്യോ. നല്ല ക്ലാസ് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അതാ ഞങ്ങൾക്ക് കാര്യം. ചുമ്മാ അതെയോ. പറഞ്ഞു പോകുമല്ലേ, ഞങ്ങൾക്ക് അത് മനസ്സിലാക്കി തരുന്നില്ലേ. ഹരേ കൃഷ്ണ. ഞങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ആ, അങ്ങനെയാണോ? എന്റെ ദൈവമേ, ഭഗവാനെ. പ്രഭു 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 മാതാജി ഇപ്പൊ 2 വർഷം കംപ്ലീറ്റ് ആയി. 1-2 ക്ലാസ്സിൽ കയറിയിട്ടില്ല. അത് എന്തെങ്കിലും കാര്യം കൊണ്ട്, അല്ലാതെ മനഃപൂർവ്വം കയറാതിരുന്നിട്ടേ ഇല്ല. ഉം. എന്റെ ഓക്കെ. കാര്യം ഞാൻ പറഞ്ഞത്. മായ ഉപദേശിച്ച പിടിക്കാതിരിക്കട്ടെ. പ്രഭു. മായ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഇവിടെ ഒരു പ്രഭു വന്നിട്ടുണ്ട്. ഇദ്ദേഹം പിന്റു പ്രഭു ഇവിടെ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്, തൊട്ടപ്പുറത്തെ മുറി ഇരിപ്പുണ്ട്. രാവിലെ ഞങ്ങള് ചപ്പൻ ഭോഗ് അങ്ങോട്ടാക്കാൻ സീനിയർ തുടങ്ങി. മായയാണോ പ്രഭു? ഏഹ് സീനിയർ മായയാണോ? സീനിയർ മായയാണോ? അല്ല, നമ്മള് പ്രഭുവിന്റെ കൂടെ ഇത് രാവിലെ തൊട്ട് ആരതി, അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ചപ്പൻ ഭോഗ് പ്രസാദം ഉണ്ടാക്കി. അങ്ങ് കുക്കിങ്ങിന് ഒരു 6-7 മണിക്കൂർ കുക്കിങ്ങിന്. അതാണ് ഒന്നും ഒരു റൗണ്ട് പോലും ജപിക്കാൻ പറ്റാതെ. എത്ര നാൾ കൂടിയാണ് ഭഗവാൻ ഇത്രയും വിഭവങ്ങൾ കണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ചപ്പൻ അത് ഭോഗ് ഉണ്ടാക്കി. ഭഗവാന്റെ സന്തോഷം. പ്രഭു അതെല്ലാം രാവിലെ തൊട്ട് കട്ട് ചെയ്യാൻ അവിടെ ഇരുന്ന് എന്റെ ദൈവമേ, പ്രഭു മടുത്തുപോയി. അതിന് ഇപ്പൊ എല്ലാം പകർന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചോണ്ടിരിക്കുക അല്ല, അത് ഓരോന്നോരോന്ന് എടുത്ത്. ഭഗവാന്റെ ഇഷ്ടമായിരിക്കും പ്രഭു. അതെ ഒരുപാട്. ഭഗവാന്റെ ഇഷ്ടമായിരിക്കും അതൊക്കെ. അപ്പൊ മാതാജി പോയ പിന്നെ ഞാന് എന്താ പറയുന്ന, ഭഗവാൻ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോ ഭഗവാൻ എന്താ ആഗ്രഹം. അപ്പൊ പ്രഭുവിനെ രാവിലെ ഇങ്ങോട്ടേക്ക് വിട്ടു. 8 മണിക്ക് ഇവിടെ വന്നതാണ്. ഇവിടുത്തെ സമയത്ത് 8 മണിക്ക് വന്ന് തുടങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പ്രസാദം ഇപ്പോഴും ഓഫർ ചെയ്ത് ഞാൻ ഇപ്പൊ ജസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങ് വരുവാണ്. അത് കാരണം ജപം പോലെ നടന്നില്ല. ഞാൻ അങ്ങ് കിച്ചണിൽ നിന്ന് പ്രഭു ഇവിടെ അരിയാനും ഇരുന്നു. അപ്പൊ ഇവിടെ എല്ലാം പോട്ടെ പ്രഭു, ഞങ്ങളുടെ വയറ് തീർത്തു. അപ്പൊ പ്രഭുവിന്റെ മാതാജി നാട്ടിൽ പോയല്ലോ, അറിയാലോ, നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? അപർണ മാതാജി നാട്ടിലാണ്, ഇന്ന് കേറിയില്ല എന്തോ. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്ന് 13-14 എടുക്കണ്ടേ? 15. അതെ 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 6-13. അപ്പൊ നമ്മള് ധ്യാന യോഗത്തിലെ അതായത് 6-ാമത്തെ അധ്യായത്തിലെ 13, 14, 15 ശ്ലോകങ്ങള്. അപ്പൊ അതിലെ ഹരേകൃഷ്ണ പ്രഭു അവിടെ ഇട്ടേക്ക. ക്ലാസ് കയറിക്കോ. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതാ ഇങ്ങോട്ട് പോരി, ഇവിടെ ഇരുന്നോളൂ. ഒരു ചെയർ എടുത്തോളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ധ്യാന യോഗം, അതായത് സത്യയുഗത്തിൽ എടുത്ത ആ ഒരു പ്രോസസ്സ് നമ്മള് ഈ കലിയുഗത്തിൽ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പുതിയ മാതാജി ആഡ് ചെയ്തിട്ടുണ്ട്. മാതാജി ധ്യാനത്തിന്റെ ആളാണ്. ഇന്നലെ ആരോ പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. അപ്പൊ അവരെനിക്ക് 1.5 മണിക്കൂർ ഇന്നലെ വൈകുന്നേരം, മായ പിടിച്ചാണോ അല്ലാന്ന് എനിക്ക് അറിയത്തില്ല, 1.5 മണിക്കൂർ റേക്കി ധ്യാനം അതിന്റെയൊക്കെ അത് രാത്രിയിൽ ഫോണിൽ കൂടെ സംസാരിച്ചു. അപ്പൊ അവർ ആഡ് ചെയ്തു, പക്ഷെ അവരിന്ന് കേറിയിട്ടില്ല. അവരിന്ന് തൊട്ട് കയറുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ധ്യാനയോഗമാണ്, നിങ്ങളുടെ സബ്ജക്റ്റ് തന്നെയാണ്. അപ്പൊ കയറുവാണ്. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രൂപ്പിലും ആഡ് ചെയ്ത് ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് മക്കളാരും വീട്ടിലില്ലാത്ത കാരണം, അവർക്ക് സൂമിൽ കയറാൻ അറിയത്തില്ലാത്ത കാരണം അവരിന്ന് കയറിയില്ല. അപ്പൊ അവരുടെ മെസ്സേജ് ആയിരുന്നു ഒരെണ്ണം ഞാൻ കേട്ടത്. ഒരെണ്ണം നമ്മുടെ കൃഷ്ണ ചൈതന്യ പ്രഭുവിന്റെ മെസ്സേജ്, അവിടെ നാമാമൃതം എടുക്കാനായിട്ട് അവിടെ ആ സമയത്ത് വരാൻ പറ്റുമെന്ന്. ഉഷാമണി മാതാജി കേട്ട് കാണുമല്ലോ അല്ലേ മാതാജി? അപ്പം ആ നാമാമൃതം എടുക്കാനായിട്ട് ആ ക്ലാസ്സിൽ കുറച്ച് സമയം വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ട് മുഴുവൻ കേട്ടുമില്ല. പ്രഭു പറഞ്ഞത് പ്രഭുവിന്റെ ക്ലാസ് മടുത്തുന്ന്. എന്തോ? എന്നിട്ടാണോ പ്രഭുവിന്റെ ക്ലാസ് മടുത്തുന്ന് പ്രഭു പറഞ്ഞത്? അത് ഞാൻ തന്നെ പറഞ്ഞല്ലേ. അപ്പൊ കുഞ്ഞുമാൻ പ്രഭു പറയുകയാണ്, കുഞ്ഞുമാൻ പ്രഭു മാറി മാറി ആൾക്കാരെടുത്താലേ ഉള്ളൂ ആൾക്കാർ ഇരിക്കുകയുള്ളൂ. അപ്പൊ അത് കാരണം ഒരാള് എന്നെ പുള്ളി ഒന്ന് സെലക്ട് ചെയ്തിരിക്കുക.
നാമാമൃതം എടുക്കാൻ ഒരു ദിവസം വരാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആ മെസ്സേജ് ആയിരുന്നു ഞാൻ കേട്ടോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുക നിങ്ങളോട്, നിങ്ങൾ മടുത്തു. നേരത്തെ ഞാൻ ഇടയ്ക്ക് ആൾക്കാരെയൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പൊ ആർക്കും സമയമില്ല. ഈ ദിവസങ്ങളിൽ എല്ലാവരും ബിസിയാ. ഞാൻ പിന്നെ ആരോട് ഒരുപാട് ചോദിക്കാറില്ല. ആ, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാത്തവരോട് ഞാൻ പിന്നെ ചോദിക്കാറില്ല. പിന്നെ നമുക്ക് ആരെങ്കിലും വിളിക്കാം ഇടയ്ക്ക്. മായ പിടിച്ചിട്ടുണ്ട്. ഏ അവരെ മായ പിടിച്ചിട്ടുണ്ട്. അവരെ മായ പിടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോ നിങ്ങളുടെ ബോറിംഗ് ഒഴിവാക്കാണ്ട് വേറൊരാള് എടുത്താൽ എത്രയും നന്നായിരിക്കും. വല്ലപ്പോഴും ഇടയ്ക്ക് ഒരാള്. ആ പ്രശാന്ത് പ്രഭു അടക്കം ആൾക്കാർ, അവർക്ക് വെള്ളിയാഴ്ച ഡ്യൂട്ടി ആയിപ്പോയി. അതാ പറ്റിയത്. അല്ല ഞാൻ ഇടയ്ക്ക് പ്രശാന്ത് പ്രഭുവിനെ കൊണ്ടുവന്ന് കഥയൊക്കെ പറയിക്കാറുണ്ടായിരുന്നു. പ്രശാന്ത് അദ്ദേഹത്തിന് പ്രഭുവിന്റെ ഫ്രൈഡേ ക്ലാസ് നല്ല നല്ല ക്ലാസ്സാ, ക്ലാസ്സാ. നല്ല ക്ലാസ്സാ. അപ്പൊ അതുകൊണ്ട് നോക്കാം നമുക്ക് വഴിയെ. ഇപ്പൊ ഒരു ഗൗരിപ്രിയ മാതാജി ഇവിടെ ഉണ്ട്. അപ്പൊ മാതാജിയോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ വ്യാഴാഴ്ച ആകുമ്പോഴാണ് മാതാജിയുടെ കാര്യം ഓർക്കുന്നത്. കാര്യം ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായി. അപ്പൊ പിന്നെ വ്യാഴാഴ്ച പറഞ്ഞ് വെള്ളിയാഴ്ച എടുക്കാൻ പറഞ്ഞാൽ മാതാജി ഇനി ഓടിക്കും. അത് കാരണം അടുത്ത ആഴ്ച ആകട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ നീണ്ടുപോയി. അപ്പം നമ്മള് ഈ ധ്യാനം ഞാൻ ഇറങ്ങി. മാതാജിക്ക് അവിടെ കയറണമായിരിക്കും അല്ലേ? കുഞ്ഞാമ്പ്രഭുവിന്റെ അല്ല, ക്ലാസ്സിൽ സംസ്കൃതം. അതെ. ശരി. നോക്കാൻ ഹരിവ കാര്യം ഉണ്ടായിട്ട് മംഗളാനുഭവന്ത ഭവന്ത എന്ന് എനിക്കറിയത്തില്ല. ഞാനും പഠിച്ചിട്ട് ആ ക്ലാസ് നിന്ന് പോയി ഓട്ടോമാറ്റിക്കലി. എനിക്ക് 2:30-ക്ക് സംസ്കൃതം ക്ലാസ് ഉള്ളതായിരുന്നു ഇവിടെ. അത് അപ്പൊ മാതാജി രണ്ടു ദിവസം കയറുന്നില്ല. ഞാൻ വിളിക്കാനും പോയില്ല. കാര്യം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ 1 മണിക്കൂർ പോകും. അത് കാരണം ഞാൻ മനഃപൂർവ്വം വിളിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് 13ാമത്തെ ശ്ലോകം. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശ്ചാനവ ലോകയൻ പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരി പ്രതേ സ്ഥിതഃ മന സംയമ്യമച്ചിത്തോ യുക്ത ആസ്തിത മത്പരാം. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശ്ചാനവ ലോകയൻ പ്രശാന്താത്മാ വിഗതഭിർബ്രഹ്മചാരിവ്രതേ സ്ഥിതാ മനഃ സംയമ്യ മച്ചിത്തോ യുക്ത ആസിത മത്പരഃ. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭിർബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃസംയമ്യ മച്ചിത്തോ യുക്ത ആസിത മത്പരഃ. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 13ഉം 14. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരി ഹൃദയ സ്ഥിതഃ മനഃ സംയമ്യമച്ചിത്തോ യുക്ത ആസീത മത്പരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശ്ചാനവലോകയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരി ഹൃദയ സ്ഥിത മനഃസംയമമച്ചിത്തോ യുക്ത ആസിത മത്പര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13, 14. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം നിശ്ചയാനവലോകയൻ പ്രശാന്താത്മന വിഗതഭിർ ബ്രഹ്മചാര്യോ ഹൃദസ്ഥിതഃ മനഃ സംയമമച്ചിത്തോ യുക്ത ആസിത മത്പരഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ 19 തർജ്ജമ ചെയ്ത ശിലപ്രഭാത്. കായ ശിരോഗ്രീവം
ദേഹം, ശിരസ്, കഴുത്ത് എന്നിവയെ സമം ഒരേ നിലയിൽ അചലം നിശ്ചലമായി ധാരയിൽ നിർത്തിക്കൊണ്ട് സ്ഥിരനായിട്ട് സ്വം നാസികാഗ്രഹം തന്റെ നാസികാഗ്രഹത്തിൽ സംപ്രേക്ഷ്യ ദൃഷ്ടി ഉറപ്പിച്ച് ദിക്കുകളെ അനാവലോകൻ നോക്കാതെ പ്രശാന്താത്മി ശാന്തമനസ്കനായി വിഗതഭം നിർഭയനായി ബ്രഹ്മചാരി ബ്രഹ്മചര്യ വ്രതത്തിൽ സ്ഥിതനായി മനസ്സിനെ സംയമിച്ചിട്ട് മച്ചിത്ത എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ചവനായി മത്പരഹ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതുന്നവനായി യുക്ത യോഗി ആയിട്ട് അസീത സ്ഥിതി ചെയ്യുന്നു. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കരി ചേച്ചി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത് ജയശിലപ്രഭാത്. തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം. സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യനിഷ്ഠനായി സുഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ ആ ഭാവാർത്ഥം നമുക്ക് നോക്കാം. ഗീത മാതാജി 13-14 ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭാത്. പരമാത്മാവായി ചതുർഭുജനായ വിഷ്ണുവിന്റെ രൂപത്തിൽ സർവ്വജീവികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന കൃഷ്ണനെ അറിയുകയാണ് ജീവിതത്തിന്റെ ഉദ്ദേശം. യോഗം എന്നത് സ്ഥാനീയ വിഷ്ണുവിനെ ഈ നിലയിൽ കണ്ടറിയാനുള്ള പരിശീലനമല്ലാതെ മറ്റൊന്നുമല്ല. ഹൃദയാന്തസ്ഥിതനായ കൃഷ്ണന്റെ പരിപൂർണ പ്രതീകമാണ് ഈ സ്ഥാനീയ വിഷ്ണുമൂർത്തി. വിഷ്ണുമൂർത്തിയെ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കാതെ മിഥ്യായോഗചര്യയിൽ ഏർപ്പെടുന്നവർ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണനാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. സ്വഹൃദയസ്ഥനായ വിഷ്ണുമൂർത്തി യോഗ പരിശീലനത്തിന്റെ വിഷയവും ഹൃദയത്തിൽ വാഴുന്ന ഈ വിഷ്ണുമൂർത്തിയെ സാക്ഷാത്കരിക്കാൻ ഇച്ഛിക്കുന്നവൻ ലൈംഗിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം. അതുകൊണ്ട് യോഗി വീട് വിട്ട് ഒരു വിജന സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നതും മുൻപ് പ്രസ്താവിച്ച പ്രകാരം യോഗാസനത്തിലിരുന്ന് ധ്യാനിക്കുന്നതും ആവശ്യമായി വരുന്നു. സ്വഗൃഹത്തിൽ നിന്നോ അന്യസ്ഥലത്ത് നിന്നോ ദിവസേന ലൈംഗിക സുഖം അനുഭവിക്കുകയും അതോടൊപ്പം യോഗ പരിശീലനം നേടുകയും ചെയ്യുന്നത് യോഗിയാവാൻ ഒരാൾക്ക് സാധ്യമല്ല. മനോനിയന്ത്രണം ചെയ്ത് എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ അയാൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. ലൈംഗിക ജീവിതത്തിനാണ് ത്യാജ്യങ്ങളായ ആ വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം. ബ്രഹ്മചര്യ നിഷ്ഠയെക്കുറിച്ച് യജ്ഞാവൽക്യ മഹർഷി ഇങ്ങനെ പറയുന്നു: കർമ്മണ മനസാ വാച സർവാവസ്ഥാസു സർവഥാ സർവത്ര മൈഥുനത്യാഗോ ബ്രഹ്മചര്യം പ്രചക്ഷതേ. ഏതവസരത്തിലും എവിടെ വെച്ചും എപ്പോഴും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പൂർണ്ണമായും ലൈംഗിക വിഷയത്തിൽ ഏർപ്പെടാതിരിക്കലാണ് ബ്രഹ്മചര്യവ്രതം. ലൈംഗിക ബന്ധം പുലർത്തിക്കൊണ്ട് ആർക്കും ശരിയായ യോഗാഭ്യാസം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ലൈംഗിക ജീവിതം എന്തെന്നറിയാത്ത കുട്ടിക്കാലം മുതൽക്കേ ബ്രഹ്മചര്യം പരിശീലിപ്പിക്കുന്നു. കുട്ടികളെ 5-ാം വയസ്സിൽ ഗുരുകുലങ്ങളിലേക്ക് അയക്കുകയും അവിടെ വെച്ച് ആധ്യാത്മിക ആചാര്യൻ ബ്രഹ്മചാരികൾക്ക് വേണ്ടുന്ന നിഷ്കൃഷ്ടമായ ശിക്ഷണം നൽകുകയും ചെയ്യുന്ന പതിവുണ്ട്. ഇങ്ങനെയുള്ള പരിശീലനം കൂടാതെ ധ്യാനയോഗത്തിലോ ജ്ഞാനയോഗത്തിലോ ഭക്തിയോഗത്തിലോ ആർക്കും മുന്നേറാനാവില്ല. വൈവാഹിക ജീവിതത്തിലെ നിയമങ്ങൾ മുറയ്ക്ക് പാലിക്കുകയും സ്വപത്നിയുമായി അതും നിയന്ത്രിതമായി മാത്രം ലൈംഗിക ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരാളെയും ബ്രഹ്മചാരി എന്ന് വിളിക്കാം. അങ്ങനെയുള്ള നിയന്ത്രിതാത്മാവായ ഗൃഹസ്ഥ ബ്രഹ്മചാരിയെ ഭക്തിപ്രസ്ഥാനത്തിൽ സ്വീകരിച്ചേക്കാം. എന്നാൽ അവരെ ജ്ഞാന ധ്യാന യോഗ പ്രസ്ഥാനക്കാർ സ്വീകരിക്കുകയില്ല തന്നെ. അവർക്ക് പൂർണ്ണമായ ബ്രഹ്മചര്യം തന്നെ ആവശ്യമാണ്. പ്രഭാവമേറിയ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കാൻ ഭക്തന് ലൈംഗികാസക്തി താനെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രണം പാലിക്കുന്ന ഒരു ഗൃഹസ്ഥ ബ്രഹ്മചാരിയെ അതിന് സ്വീകരിക്കാം. ഭഗവത്ഗീത 2-ാം അധ്യായം 59 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വിഷയ വിനിവൃത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. മറ്റുള്ളവർ വിഷയസുഖങ്ങളെ വിട്ടൊഴിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. ഭക്തനാകട്ടെ തൻ്റെ ശ്രേഷ്ഠമായ രസം കൊണ്ട് തന്നെ തനിയെ വേറിട്ട് നിൽക്കുന്നു. ആ രസവൈശിഷ്ട്യത്തെ പറ്റി ഭക്തന് മാത്രമേ അറിയാവൂ. തികച്ചും കൃഷ്ണാവബോധമുദിച്ച ഒരാൾക്ക് വിഗതഭി നിർഭയനാവാൻ കഴിയുള്ളൂ.
ബദ്ധനായ ജീവാത്മാവ് സ്മൃതി വൈകല്യം മൂലം കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധത്തെ വിസ്മരിച്ചതിനാൽ സംഭീതനത്രേ. ഭാഗവതം 11:2-37 പറയുന്നു. ഭയം അഭിനിവേശത സ്യാദ് ഈശാദപേസ്യ വിപര്യോ സ്മൃതി. കൃഷ്ണാവബോധം മാത്രമാണ് നിർഭയതയ്ക്ക് അടിസ്ഥാനം. അതുള്ള ഭക്തന് പൂർണ്ണമായ പരിശീലനം സാധ്യമാവും. ഹൃദയസ്ഥനായ ഈശ്വരന്റെ സാക്ഷാത്കാരമാണ് യോഗാനുഷ്ഠാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നിരിക്കെ കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ തന്നെ അയാൾ ഉത്തമ യോഗിയായി കഴിഞ്ഞുവെന്ന് കരുതാം. ഇവിടെ വിവരിക്കുന്ന യോഗചര്യയുടെ പ്രമാണങ്ങൾക്ക് യോഗ സംഘടനകളെന്ന പേരിൽ പ്രചാരത്തിൽ ഇരിക്കുന്നവയുടെ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് ആരാണ് ഒരു ബ്രഹ്മചാരി, എങ്ങനെയാണ് ബ്രഹ്മചാരി, എവിടെയാണ് വിജനമായ സ്ഥലത്ത് പോയിരുന്ന് ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ചിട്ട് എല്ലാ തരത്തിലുള്ള ആസ്വാദനങ്ങൾ പുറത്തുനിന്ന് മനസ്സാ വാച ആ ഒരു ബ്രഹ്മചാരി എന്താണ് മനസ്സാ വാച കർമ്മണ യാതൊരു തരത്തിലുള്ള ഭൗതിക സുഖങ്ങളിലും ഒട്ടും ഏൽക്കാത്ത ആളെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ 4 ആശ്രമങ്ങളിൽ ആദ്യത്തെ തന്നെ ബ്രഹ്മചര്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ ആശ്രമങ്ങൾ, നമ്മുടെ 4 ആശ്രമങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, കൗമാരം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഗാർഹസ്ഥ്യം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥ, സന്യാസം. ഇതാണ് 4 ആശ്രമങ്ങൾ. മാതാജി ഗീത ഒന്ന് കൂടുതലാ, ആ അതെ, ഒരെണ്ണം കൂടുതലാ പറഞ്ഞേ. മാതാജിക്ക് അവരെണ്ണം കൂടുതലാണ് ശരിക്കും. ഹരിബോൾ. അപ്പൊ അങ്ങനെ നമ്മൾ ആ 4 ആശ്രമങ്ങൾ കണ്ടു. അപ്പൊ ബ്രഹ്മചര്യ ആശ്രമം, നമ്മളൊരു കുട്ടി ഒരു 4 വയസ്സ് 5 വയസ്സായി കഴിയുമ്പോൾ നമ്മളൊരു ഗുരുവിനെ ഏൽപ്പിക്കും. മാതാപിത ഗുരുദേവ അല്ലെ, നമ്മളത് എപ്പോഴും കാണുന്നല്ലേ. അമ്മയാണ് ആദ്യത്തെ ഗുരു. അമ്മ നമുക്ക് ഇത് അച്ഛനെ കാണിച്ചു തരുന്നു. അപ്പോൾ അമ്മ പറയുന്നതാണ് ആധികാരികം അല്ലെ. അമ്മയാണല്ലോ ആധികാരികമായിട്ട് പറയുന്ന ആൾ. അതായത് വേദങ്ങളെല്ലാം നമ്മളുടെ ഗുരുവായിട്ട് വരുന്നത് എങ്ങനെയാണ്? വേദങ്ങളിലാണ് നമ്മളുടെ ഭഗവാൻ അല്ലെങ്കിൽ പിതാവ് ആരാണെങ്കിൽ പരംപിതാവ് ആരാണെന്ന് കാണിച്ചു തരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മള് അച്ഛനെ കണ്ടു. അച്ഛൻ നമ്മളെ ഒരു ഗുരുവിനെ ഏൽപ്പിക്കുന്നു, ഗുരുവിന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. ആ ഗുരു നമ്മളെ ഭഗവാനെ തരുന്നു അല്ലെ. ഭഗവാനിലേക്ക് പോകാനായിട്ടുള്ള മാർഗം നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവാനിലേക്ക് കൊണ്ട് വിടാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ദീക്ഷയിൽ കൂടെ. ഇങ്ങനെയാണല്ലോ പ്രോസസ്സ്. അപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് നിന്നിരുന്ന ആ പ്രോസസ്സ്, ഈ 4 വർണ്ണങ്ങള്, 4 ആശ്രമങ്ങളെ, അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം എന്തായിരുന്നു? ഈ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും അനുഷ്ഠിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സംഭവം എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണം. നമുക്ക് ഭഗവാന്റെ പുരുഷാർത്ഥങ്ങൾ. എല്ലാരും മറന്നു. പുരുഷാർത്ഥങ്ങൾ. എന്തൊക്കെയാണ്? ധർമ്മം കിട്ടും, നമുക്ക് ധർമ്മം ആചരിക്കാൻ മനസ്സിലാകും. പിന്നെ അർത്ഥം കിട്ടും, കുറച്ച് ധനം കിട്ടും. പിന്നെ എന്താണ്? കാമ ആഗ്രഹ പൂർത്തീകരണം ഉണ്ട് അതിന്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് മോക്ഷം അല്ലെ. ഈ 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതുകൊണ്ടാണ് അത് വളരെ സ്ലോ പ്രോസസ് ആണെന്ന് പറയുന്നത്. അതെ, 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? മോക്ഷം കിട്ടും അല്ലെ, അവസാനം അല്ലെ, പുരുഷാർത്ഥം. അപ്പം അതിലെ 10-25 വയസ്സ് വരെ ഒരു കുട്ടി എന്താണ് ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിക്കുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും ബ്രഹ്മചാരിയായിരിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഇന്ദ്രിയ താല്പര്യത്തിനനുസരിച്ചിട്ട് ആ കുട്ടിക്ക് വേണം തീരുമാനിക്കാം, എനിക്ക് ബ്രഹ്മചാരിയായിട്ട് തുടരണമോ അതോ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണോ. അപ്പൊ ഗുരുവിന്റെ ഉത്തരവാദിത്വം എന്താ? തിരിച്ച് പിതാവിനെ ഏൽപ്പിക്കും അല്ലെ. ഗുരുവിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ 10-25 വയസ്സ് വരെ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട്. മാതാജി ഇവിടെയാണോ പറയുന്നേ? ഇപ്പം വേണോ? ചില കഴിഞ്ഞു മതിയോ? അപ്പൊ എന്താണ് ചെയ്യുന്നത്? ആ ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ് പിതാവിനെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ പിതാവിന്
തലമുറകൾ നിർത്തണമെങ്കിൽ തന്നെ പുത്രനെ എന്താണ് ഒരു വിവാഹമൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ തലമുറ നിലനിൽക്കുള്ളൂ. ഇനി ഒരുപാട് പുത്രന്മാരുള്ള പിതാവാണെങ്കിൽ ബ്രഹ്മചാര്യം പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കാനായിട്ട് താല്പര്യമുള്ള പുത്രന്മാരെ ബ്രഹ്മചാരിയായിട്ട് തന്നെ നിലനിർത്തും. അല്ലാത്തവര് എന്താണ് ഒരുപാട് പുത്രന്മാര് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ അവരെ എന്താണ് ഈ പറയുന്ന ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മാറേണ്ടി വരും. അപ്പൊ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്? നമ്മളൊരു ഗൃഹസ്ഥ സന്യാസിയാണ് എന്ന് തന്നെ പറഞ്ഞു അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്ന നിയന്ത്രിതമായ ഇന്ദ്രിയ സന്ദർപ്പണം കൊണ്ട് നമുക്കൊരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മളിപ്പോ വീട്ടിൽ നമ്മളിപ്പോ ജീവിക്കുന്നത് പോലെ നമ്മള് ഭാര്യ ഭർത്ത അതായത് മക്കള് അങ്ങനെയൊക്കെയുള്ള ആ രീതിയിൽ ജീവിച്ചു പോകും. അങ്ങനെ ഒരു 10-25 വർഷം അങ്ങനെ പോയി ഒരു 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മള് ഭഗവാനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അല്ലെ. 50 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും 55-60 വയസ്സ് വരെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അന്ന് 55 അല്ലെ അല്ലെ ഇക്കാവൻ വൻ എന്ന് പറഞ്ഞ എന്താണ്? വനയാത്ര അല്ലെ. അന്നത്തെ കാലത്ത് വാനപ്രസ്ഥം അല്ലെ. ഇക്കാവൻ അത് 51-ാമത്തെ വയസ്സിൽ വനയാത്ര. അപ്പൊ അങ്ങനെ വാനപ്രസ്ഥം എന്ന് പറയുന്ന ആശ്രമം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വാനപ്രസ്ഥ ആശ്രമം. അപ്പം ഇക്കാവൻ എന്ന് നമ്മൾ കണ്ട 51-ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞിട്ട് ആ വാനപ്രസ്ഥ അനുഷ്ഠിച്ച് കഴിഞ്ഞ് എന്താണ് പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളുടെ കുടുംബത്തോട് ഡിറ്റാച്ച്മെന്റ്. പൂർണ്ണമായിട്ട് നമ്മൾ ആ വാനപ്രസ്ഥത്തിന്റെ സമയത്ത് വേണേൽ നമുക്ക് വീട്ടിൽ വരുവോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് നമ്മളെ വന്ന് കാണുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് സന്യാസാശ്രമം അവസാനത്തെ ആശ്രമമാണ് അല്ലെ. സന്യാസാശ്രമം അനുഷ്ഠിച്ചിട്ടാണല്ലോ നമുക്ക് എന്താണ് ഭഗവാന്റെ അടുത്തിലേക്ക് മോക്ഷം കിട്ടി. അപ്പോൾ ആ സന്യാസാശ്രമം അനുഷ്ഠിക്കാൻ വന്ന സമയത്ത് ഒരാൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞ് ആ ആള് വീണ്ടും ജനിക്കേണ്ടി വന്ന ആളാരാണ്? ആർക്ക് പറയാൻ പറ്റും? അതുപോലെ ആർക്കും അറിയത്തില്ല. കൃഷ്ണ ഇത് പ്രഭു ജഡഭരതനാണോ? ജഡഭരതനല്ല, ഭരതൻ. ഭരത മഹാരാജാവ്. ഭരതൻ ഭരത മഹാരാജാവ് ശരിയാണോ? അല്ലെ. ഭരത മഹാരാജാവ്. അതെ ഭരത മഹാരാജാവിനാണ് ഇങ്ങനെ പറ്റിയത്. ഒരു മാൻകുട്ടിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുകയും അങ്ങനെ ആ അതെ അതെ മാനായിട്ട് മാൻകുട്ടി ജനിച്ചു. എന്നിട്ട് മാനായിട്ട് ജനിക്കുകയും ചെയ്തു. ഈ ഭാരതം എന്നുള്ള പേരിൽ നമ്മളിപ്പം ജീവിക്കുന്ന ഈ സ്ഥലം അറിയപ്പെടാൻ കാര്യം എന്താണ്? ഭരത ഭരതനെ അധികാരം മഹാരാജാവ് ഭരിച്ചുകൊണ്ട് ഭരിച്ചത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അത്രയും അതെ നമ്മുടെ മുമ്പിലുള്ള ഒരു പൂർവികനായിട്ടുള്ള വ്യക്തി രാജ്യഭാരങ്ങൾ മുഴുവനും എന്ത് ചെയ്തു? പുതിയ തലമുറയെ ഏൽപ്പിച്ചു. എന്നിട്ട് എല്ലാം വെടിഞ്ഞ് വാനപ്രസ്ഥ സന്യാസം ആശ്രമം അനുഷ്ഠിച്ച് നമ്മള് എങ്ങോട്ടേക്ക് പോകാനായിട്ട്? ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത സമയത്താണ് ഒരു മാൻ പ്രസവിച്ചോടുകൂടി ആ തള്ളമാൻ ഒഴുക്കിപ്പെട്ടു പോയി. അപ്പൊ അതിന്റെ കുഞ്ഞിനെ ഇദ്ദേഹത്തിന്റെ കൈ കിട്ടി. പിന്നെ ഏത് സമയത്ത് ഇതിന് പാല് കൊടുക്കുക, അതിന് തീറ്റ കൊടുക്കുക, അതിന് എങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി എന്ന് ചിന്തിക്കുക, വേറെ മൃഗങ്ങൾ വന്ന് അതിനെ പിടിക്കുമോ എന്ന് പിടിച്ചു. അങ്ങനെ മരിക്കാൻ നേരത്തെ എന്ത് ചെയ്തു? ഈ മാൻകുട്ടിക്ക് ആരുണ്ട്? മാൻകുട്ടിയെ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് മരിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? മാനായിട്ട് ജനിച്ചു. മാനായിട്ട് ജനിച്ചു. അടുത്ത ജന്മം മാനായിട്ട് ജനിച്ചു. പിന്നെ അടുത്ത ജന്മം ജഡഭരതനായിട്ട് വന്നു. അങ്ങനെയാണ് അദ്ദേഹം പോയത്. ആ ഒരു കഥ ഇപ്പൊ ഈ പക്ഷെ പറയുന്ന സന്ദർഭത്തിൽ പ്രഭു മാനായിട്ട് ജനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പൂർവ്വജന്മ ഓർമ്മ വന്നിട്ടുണ്ട്. അതെ, അദ്ദേഹം ഭഗവാൻ അങ്ങനെ ഒരു പൂർവ്വജന്മ ഓർമ്മ കൊടുത്തു എന്നുള്ളതാണ്. മാനായിട്ട് ജനിച്ചെങ്കിലും ആശ്രമ പരിസരത്തൊക്കെ നിൽക്കുകയായിരുന്നു. വന്യമൃഗങ്ങളുടെ അടുക്കൽ നിന്ന് അകലെ നിന്ന് അങ്ങനെ മാനായിട്ട് അതിന്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് പിന്നീട് ജഡഭരതനായിട്ട് ജനിച്ചു. അപ്പൊ ജഡഭരതൻ ഒരു ഉറുമ്പിനെ പോലും ചവിട്ടാതെയാണ് നടന്നുകൊണ്ടിരുന്നത് അല്ലെ. ഏതെങ്കിലും രീതിയിൽ ഒരു കർമ്മം പിടിപെട്ടു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് പോകാൻ പറ്റില്ല ഇവിടം വിട്ടിട്ട് അല്ലെ. വീണ്ടും ഇവിടെ കുടുങ്ങി കിടക്കും ഈ ഭൗതിക ലോകത്ത്. അപ്പൊ അതുകൊണ്ട് ആ ജഡഭരതൻ എന്ത് ചെയ്തു? അതേപോലെയാണ് ജീവിച്ചിരുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള കർമ്മം ഏക്കാതെ. അപ്പൊ നമുക്കറിയാമല്ലോ ജഡഭരതനെ ഭദ്രകാളി ദേവിക്ക് ബലി അർപ്പിക്കാനായിട്ട് കൊടുത്തപ്പോൾ ഭദ്രകാളി ദേവി വന്ന് ഒരു വൈഷ്ണവനെ കണ്ടപ്പോൾ നമിച്ചത് അല്ലെ. എന്നിട്ട് ഭദ്രകാളി ദേവിയുടെ രക്ഷകരെയൊക്കെ അവരെന്ത് ചെയ്തു? ആ വാളെടുത്ത് വെട്ടി ദേവി വധിച്ചു അല്ലെ. എന്നിട്ട് ആ രക്തം കുടിച്ചു ദേവി. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് അല്ലെ. ഭാഗവതത്തിൽ നിന്ന് നമ്മൾ വായിച്ചറിഞ്ഞ കഥയാണിത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ രഘുഗുണ അങ്ങനെ കഥയില്ലേ പ്രഭു? രഘുഗുണ രാജാവ് ജനക മഹാരാജാവിന് അങ്ങനെ എന്തോ ഒരു കഥയുണ്ടല്ലോ അല്ലെ. ജനക മഹാരാജാവിന്
വേണ്ടി ഇദ്ദേഹത്തിനെ തേര് ചുമക്കാനായിട്ട് അതെ അതെ, ചുമന്നോണ്ട് ജനക പോണത്. മഹാരാജാവല്ല, ഒരു വേറൊരു രാജാവ് രാജാവാണ് തേര് ചുമന്നു പോകേണ്ട അങ്ങനത്തെ രഘുഗുണ ആൾക്കാർ. രഘുഗുണ അല്ലേ? അങ്ങനെ ഇതാ. രഘുഗുണ യെസ് യെസ്, രഘുഗുണ മാതാജി, അത് തന്നെ അത് തന്നെ അത് തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടത് ഈ ഇവിടെ പറയുന്നത് നമ്മളിപ്പോ പഠിച്ച ശ്ലോകത്തിൽ 15, 13, 14 ശ്ലോകത്തിൽ പഠിക്കുന്ന ഒരു ബ്രഹ്മചാരി എങ്ങനെ ആയിരിക്കണം, ആ ഒരു ബ്രഹ്മചാരി എങ്ങനെ ആയിരിക്കണം നമ്മൾ കണ്ടു. ശരിക്കും നമ്മള് ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്നോ മറ്റുള്ള യോഗ സിസ്റ്റം ചെയ്യുന്ന ആൾക്കാര്, ഹരേ കൃഷ്ണ, ഇവിടെ പുഷ്പവതി മാതാജി എന്ന് പറഞ്ഞാൽ മാതാജി കയറിയിട്ടുണ്ട്, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. മാതാജി സ്വാഗതം. ഇടയ്ക്ക് വെച്ച് കയറിയത് കൊണ്ട് മാതാജി പരിചയപ്പെടുത്താൻ പറ്റിയില്ല, ക്ലാസ് തുടങ്ങിയായിരുന്നു. അപ്പൊ മാതാജി ക്ലാസ് കേൾക്കുന്നുണ്ട്. മാതാജി വീഡിയോ ഓണാക്കുമായിരുന്നു, മാതാജി എല്ലാവർക്കും കാണാമായിരുന്നു, പരിചയപ്പെടായിരുന്നു. പരിചയപ്പെടണം പരിചയപ്പെടണം. മാതാജി യോഗ റേക്കി ഒക്കെ എടുക്കുന്ന ആളാണ്. ഗുരുവായൂരാണ് താമസം. ഗുരുവായൂരപ്പന്റെ തൊട്ടടുത്ത് വടക്കേ നടയാണെന്ന് തോന്നുന്നു. ഒരു അമ്പലത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകാനുള്ള ദൂരത്തിൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് മാതാജി. ഇന്നലെ ആണ് മാതാജിയെ പരിചയപ്പെട്ട് സംസാരിച്ചു. ഞാൻ മാതാജിയായിട്ടാണ് 1 മണിക്കൂറിൽ കൂടുതൽ സംസാരിച്ച് ഞാൻ പറഞ്ഞത്. അപ്പം മാതാജി അതിന്റെയൊക്കെ ടീച്ചറാണ്. യോഗ, അതുപോലെ തന്നെ ചികിത്സയുണ്ട്, അങ്ങനത്തെ റേക്കി ചികിത്സയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീലിംഗ് ആണ് മെയിനായിട്ട്, ഹീലിംഗ്. പല അസുഖങ്ങൾക്ക് മാതാജി നിവൃത്തി വരുത്തി കൊടുക്കുന്നതാണ്. അപ്പൊ മാതാജിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളിപ്പോ ധ്യാനയോഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നല്ല സമയമാണ്. മാതാജിയെ നമുക്ക് കാണിക്കണം, പരിചയപ്പെടണം. മാതാജി വീഡിയോ ഓണാക്കാണ്, കാണാമായിരുന്നു. മാതാജിക്ക് അറിയത്തില്ലാന്ന് തോന്നുന്നു, മരുമോള് സഹായിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ. മാതാജി വീഡിയോ ഓണാക്കാൻ മരുമോളോടൊന്ന് പറയൂ, അങ്ങനെയാണ് എല്ലാവർക്കും കാണാമായിരുന്നു മാതാജിയെ. ഓക്കെ, മാതാജി ഇടയ്ക്ക് വീഡിയോ ഓണാക്കിയിട്ട് പരിചയപ്പെടാനായിട്ട് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടത് നമ്മൾ ഈ പറയുന്ന ഒരു മറ്റുള്ള യോഗ സിസ്റ്റംസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. നമ്മള് ഈ പറയുന്ന ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂർണ്ണമായിട്ടും എന്താണ്, ഈ ഇന്ദ്രിയ നിയന്ത്രണവും അതുപോലെ തന്നെ നമ്മള് കുടുംബത്തെ വിട്ടിട്ട് മാറി താമസിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞ് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഈ നമ്മളുടെ കുണ്ടലിനി ശക്തി 5 വയസ്സുണ്ടല്ലേ പറഞ്ഞു പ്രഭു? 5 വയസ്സ്. ഒരു 5 വയസ്സില് ബ്രഹ്മചര്യ ആശ്രമത്തിലേക്ക് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്താണ്, ഈ യോഗ സിസ്റ്റം ചെയ്യുമ്പോഴേക്ക് എന്താണ് ചെയ്യുന്നത്, നമ്മള് മൂലാധാരത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ ഇട, പിംഗ്ള, സുഷുമ്ന എന്ന് പറയുന്ന നട്ടെല്ലി ചുറ്റിക്കിടക്കുന്ന 3 നാഡികളുണ്ട്. ഈ നാഡികളിൽ കൂടെ മൂലാധാര ചക്രത്തിൽ നിന്ന്, അതായത് ലോവർ ചക്രാസ് എന്ന് പറയുക തന്നെ, ആ എനർജി ഊർജ്ജ സ്ഥാനങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ സ്ഥാനങ്ങൾ. അപ്പൊ ആ ലോവർ ചക്രയിൽ നിന്ന് നമ്മുടെ ഊർജ്ജത്തെ ഇങ്ങനെ ഉയർത്തണം. എങ്ങനെയാണ് ഉയർത്തേണ്ടത്? നമ്മളുടെ ഹൃദയമാകുന്ന കണ്ണുകൊണ്ട് നമ്മൾ ഈ ചക്രത്തിനെ കാണണം, ഈ എനർജി ലെവലിനെ അല്ലെ. യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലെ, ഈ ശ്വാസ നിയന്ത്രണത്തിൽ കൂടെ അങ്ങനെ പല പല പ്രാക്ടീസിൽ കൂടിയാണ്, ശാരീരികമായിട്ടുള്ള അഭ്യാസത്തിൽ കൂടെയാണ് നമ്മൾ ഇതിന് പ്രാപ്തരാകുന്നത്. അങ്ങനെ ഈ പറയുന്ന കുണ്ടലി, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ബ്രഹ്മരന്ധ്ര എന്ന് പറയുന്ന സഹസ്രാരതള പത്മത്തിൽ ആജ്ഞാചക്രം, വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ പടി 6 കടന്നിട്ട് നമ്മൾ ഇവിടെ ചെല്ലുന്ന ആ ഒരു അവസ്ഥ, അത് പരമാനന്ദമായിട്ടുള്ള അവസ്ഥയാണ് അല്ലെ. പരമാനന്ദ അവസ്ഥ, അതായത് സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി എന്ന ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന, ആനന്ദാവസ്ഥയിൽ എത്തിച്ചേരുന്ന യോഗികളില് അത് ശാരീരിക വ്യായാമം, നമ്മളുടെ അസുഖം മാറ്റാനായിട്ടുള്ള ഒരു ശാരീരിക വ്യായാമമായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നതെങ്കിൽ, അതായത് ഒന്നുകിൽ നമുക്ക് ചെറുപ്പമായിട്ട് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ അസുഖ വിമുക്തമായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇതാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ ഒരു വിദ്യ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും ഭൗതികമായി മാറി, അതിൽ ആത്മീയമായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളവർ എത്തിച്ചേരുന്ന എവിടെയാണ്? ഈ നെറുകന്തല പൊട്ടിയിട്ട്
അവരുടെ അവരുടെ പ്രാണൻ എങ്ങനെയാ പോകുന്ന ആത്മാവ് ഈ നെറുകന്തല പൊട്ടിയിട്ട് അവർ നേരെ പോയിട്ട് എങ്ങോട്ട് പോകും? എവിടെയാ പോകുന്ന സ്ഥലം? ഒരു 10,000 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രഹ്മലോകത്താണ് പ്രഭു. ഹരി ബോൾ. മാതാജി കമ്പോസിഷൻ. മറന്നുപോയി പ്രഭു, മറന്നുപോയി. ശോഭന മാതാജി ഇതിന്റെ ക്ലാസ് ഒക്കെ പഠിക്കുന്നതല്ലേ? പഠിക്കുന്നതാണോ? ഭക്തിശാസ്ത്രി അല്ലേ ഗീതാ മാതാജി? ബ്രഹ്മജ്യോതിയാണോ? ഹരി ബോൾ. മാതാജിക്ക് 100 മാർക്കാണ്. ബ്രഹ്മജ്യോതി, അതായത് ബ്രഹ്മജ്യോതി അല്ലെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മം അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം അല്ലെങ്കിൽ നിരാകാര ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ ഭഗവാന്റെ എന്നുള്ള ആ ഒരു ജ്യോതിയിൽ പോയി ലയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ആ ജ്യോതിയിൽ പോയി ആത്മാവ് ലയിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ സ്വഭാവം എന്താണ്? ആത്മാവ് സച്ചിദാനന്ദ. ആത്മാവിന് എപ്പോഴും ആഹ്ലാദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടല്ലേ? ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളുടെ ആത്മാവിന് എപ്പോഴും ആസ്വദിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലേ? എവിടെയെങ്കിലും ഒരു മുറിയില് നമ്മളെ അടച്ചിട്ടിട്ട് നമുക്ക് എല്ലാ ഭക്ഷണവും തന്നു, ഇഷ്ടാനുസരണം തന്നു, എത്ര നാൾ നമുക്ക് ആ മുറിയിൽ ഇരിക്കാൻ പറ്റും അല്ലേ? നമുക്ക് വേറെ ചുറ്റുമായിട്ട് യാതൊന്നും കാണാനില്ല, വേറെ ഒരു എന്റർടൈൻമെന്റ്, നമുക്ക് ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്, നമ്മളിങ്ങനെ ഇരിക്കുവാണ്, ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുക. എത്ര കാലം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും? അപ്പൊ ആ ഒരു അവസ്ഥ എന്താണ്? നമുക്ക് ആ മുറിക്ക് പുറത്ത് കിടക്കാനായിട്ടുള്ള ടെൻഡൻസി എപ്പോഴും വരും അല്ലേ? എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ച കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെവി ഓർക്കാനും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സ്മെല്ല് വരുവാണെങ്കിൽ അത് മണക്കാനും, എങ്ങനെയും പുറത്ത് ചാടാനുള്ള ഒരു ഇത് വരും. അന്ന് പറഞ്ഞ പോലെയാണ് ഈ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചിരിക്കുന്ന ആത്മാവിന് എപ്പോഴും അവിടെ വിട്ടു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് വന്ന് ജനിക്കേണ്ടി വരും. കർമ്മം ചെയ്യണം. എന്താണ്? ശരീരം കിട്ടണം. ശരീരം കിട്ടണമെന്ന് ഭൗതിക ലോകത്തിൽ വീണ്ടും വന്ന് ജനിക്കണം. അപ്പൊ ഇതെന്താണ്? ബ്രഹ്മജ്യോതിയിലെ ലയനം മാത്രമേ ഉള്ളൂ, ആസ്വാദനമില്ല. ലയനം. അപ്പൊ ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ നിന്ന് വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് ജനിക്കേണ്ടി വരും. ഒരു യോനിയിൽ വന്ന് ജന്മം എടുക്കേണ്ടി വരും. വീണ്ടും ഈ ജന്മദുഃഖ ജരാവ്യാധി ദുഃഖദോഷാന ദർശനം എന്നൊക്കെ പറഞ്ഞ് ജനിക്കുക, മരിക്കുക, പ്രായം ചെല്ലുക, അസുഖം ബാധിക്കുക. പിന്നെ മൂന്ന് തരത്തിലുള്ള ക്ലേശങ്ങൾ ഏതൊക്കെയാണ്? ആദിദൈവികം, അതിഭൗതികം, ആധ്യാത്മിക ക്ലേശങ്ങൾ അനുഭവിച്ച് ജനിച്ച് മരിച്ച് 84 ലക്ഷം യോനിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പം അവിടെ വെച്ചിട്ട് ഒരാള് പരമാത്മാവായിട്ടുള്ള ഭഗവാനെ കാണും. ഈ ആനന്ദ നിർവൃതി നമ്മുടെ ഈ സഹസ്രാര തലപത്മ അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രത്തിൽ ഈ ആനന്ദ നിർവൃതി ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ചതുർഭുജ നാരായണ രൂപത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചതുർഭുജ നാരായണ രൂപത്തിലായി എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചതുർഭുജ നാരായണ രൂപത്തിലെ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ആ വിഷ്ണുവിന്റെ പേരെന്താണ്? ഹരേ കൃഷ്ണ. ആ വിഷ്ണുവിന്റെ പേരെന്താണ്? ഹരിബോൽ. ക്ഷീരോദശകായ വിഷ്ണു. ക്ഷീരോദശകായ വിഷ്ണു. മാതാജിക്ക് കമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ആദ്യത്തെ വാക്ക് പറഞ്ഞു, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ആ ക്ഷീരോദശകായി വിഷ്ണുവായിട്ട് നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ വരികയുന്ന ആ വിഷ്ണുവിനെ, 4 രൂപമുള്ള വിഷ്ണുവിനെ കാണുവാണെന്നുണ്ടെങ്കിൽ ഈ ഇവര് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഹരേ കൃഷ്ണ. ഇതെന്താ പഠിച്ച് വർഷങ്ങൾ കൂടുന്നവർ ആർക്കും അറിയത്തില്ല. ഈ ചതുർഭുജ നാരായണ രൂപത്തിലുള്ള വിഷ്ണുവിനെ കണ്ടിട്ട് ജീവൻ വെടിയുന്ന ആൾക്കാർ എവിടെ പോയി? വൈകുണ്ഠത്തില്. ഹരേ കൃഷ്ണ. വൈകുണ്ഠം. ഇതെന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? വൈകുണ്ഠം. ഉറപ്പിച്ച് പറയൂ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയുള്ളവര് വൈകുണ്ഠത്തിൽ പോയി ഭഗവാന്റെ അടുക്കൽ വൈകുണ്ഠത്തിലെ പോയി ഭഗവാനെ സേവ ചെയ്യും. ചതുർഭുജ നാരായണ രൂപത്തില് വൈകുണ്ഠത്തിൽ പോകും അല്ലെ? 4 കൈകളുള്ള രൂപമായിട്ട് മാറും. അതായത് നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാവിനെയാണ് യോഗയിൽ കൂടെ കണ്ടിട്ട് ആ ഒരു സമ്മേളനം നടക്കും അല്ലെ? ഭഗവാൻ പരമാത്മാവിന്റെ രൂപം ദർശിക്കുന്ന ആ ഒരു വ്യക്തി ഈ സഹസ്രാരാംബുജാരൂഢത്തിൽ നിന്നിട്ട് ദർശിക്കുവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ പറ്റും. എന്നാൽ അടുത്ത സാക്ഷാത്കാരം എന്താണ്?
ഭഗവാൻ സാക്ഷാത്കാരം. ഭഗവാൻ സാക്ഷാത്കാരത്തിന് ഈ പ്രത്യേകതകളുടെ ഒന്നും ആവശ്യമില്ലാതെ എങ്ങനെയാണ് അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരം. അവസാന കാലത്ത് ആരെന്നെ വിചാരിക്കുന്നു, എന്റെ നാമം വിചാരിക്കുന്നു, എന്റെ രൂപം വിചാരിക്കുന്നു, എന്റെ ഗുണം വിചാരിക്കുന്നു, അവര് എന്റെ ലോകത്തിൽ എന്നോടൊപ്പം വസിക്കും. ഭഗവാൻ വാക്ക് തന്നിരിക്കുകയാണ് അല്ലെ? ഭഗവത്ഗീതയിലെ 8-ാമത്തെ 5-ഉം 6-ഉം ആണെന്ന് തോന്നുന്നു. യം വ്യാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവൈരി കൗന്ദയ തഥാ തദ്ഭാവ ഭാവിത. അപ്പൊ ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ ആര് അവസാന സമയത്ത് എന്തിനെപ്പറ്റി വിചാരിക്കുന്നോ അവരതായിട്ട് മാറും, ആ രൂപത്തിലേക്ക് മാറും. നമ്മൾ അവസാന കാലത്ത് നമുക്ക് വീണ്ടും ജനിക്കണം എന്ന് ആഗ്രഹം, എനിക്കിവിടെ കുറച്ച് കടബാധ്യതകളുണ്ട്, എനിക്ക് കുറച്ച് നിധി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, അതിന് എന്ത് ചെയ്യും, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇത് ആർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ വിധിക്കുന്നവർക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് നോൺ വെജ് കഴിക്കാണ്ട് ആഗ്രഹമുള്ളവര് എന്തായിട്ട് മാറും? ക്രൂര മൃഗങ്ങളായിട്ട് മാറും അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു രീതി അവസാന കാലത്ത് ആരെന്തിനെപ്പറ്റി വിചാരിക്കും, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ? അപ്പൊ അത് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, അന്തകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളേവരം. അവസാന കാലത്ത്, അതായത് നമ്മുടെ ജീവൻ പോകുന്ന സമയത്ത് ആര് എന്നെപ്പറ്റി വിചാരിക്കുന്നു, എന്റെ രൂപം, ഗുണം, എന്റെ ലീലകള്, ഇതിനെപ്പറ്റിയൊക്കെ ആര് വിചാരിക്കുന്നുവോ അവര് തീർച്ചയായിട്ടും എന്റെ ലോകത്തിൽ എന്നോടൊപ്പം വസിക്കും. സാലോക്യമുക്തി അല്ലെ? എന്താണ്? ഗോലോക വൃന്ദാവന പ്രാപ്തിയാണ് അവർക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ അവർക്ക് ഈ യോഗ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർ ഭക്തിയോഗയാണ് അനുഷ്ഠിക്കുന്നത്. ഈ ധ്യാനയോഗയോ ജ്ഞാനയോഗയോ കർമ്മയോഗയോ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക്, എന്റെ പരമഭക്തർക്ക്. അവരൊന്ന് ജസ്റ്റ് വിചാരിച്ചാൽ മതി. പക്ഷെ ആ വിചാരിക്കണമെങ്കിൽ അത്ര എളുപ്പമാണോ? അവസാന കാലത്ത് നമുക്ക് ആർക്കൊക്കെ ബോധം കാണും, വെളിവ് കാണും എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നമ്മൾ ഇങ്ങനെയാവും മരിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഇരുന്ന ഇരിപ്പിൽ അങ്ങ് പോകുന്നത്? ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ഭഗവാന്റെ സ്മരണ ഉണ്ടാകണം എങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ആ പ്രാക്ടീസാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരം പരിശ്രമം, നിരന്തരം ഭഗവാന്റെ നാമം ജപിക്കുക. ആ ഭഗവാന്റെ നാമം ഏത് സമയവും നമ്മളുടെ അന്തരംഗത്തിൽ നിന്ന് നമ്മൾ അറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഈ നാമം എപ്പോഴും നമ്മളുടെ ശ്വാസകോശത്തിൽ നിന്ന് ഓരോ രോമകൂപങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില് നമ്മൾക്ക് എന്താണ്, തീർച്ചയായിട്ടും ഭഗവാന്റെ നാമത്തിലേക്ക് പോകാൻ പറ്റും. ഭഗവാൻ വാക്ക് പറഞ്ഞത് ഒരിക്കലും തെറ്റിക്കില്ല അല്ലേ? പ്രഭു ഞാൻ ഇന്നലെ ചോദിക്കണം വിചാരിച്ചു. ഈ അർജുനൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശ്രീകൃഷ്ണ ശരണം മമ. എന്താണ്? ശ്രീകൃഷ്ണ ശരണം മമ. അപ്പൊ അങ്ങനെ ഇന്നലെ ചോദിക്കണം വെച്ച് മറന്നുപോയി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു നിർജീവമായ രോമകൂപത്തിൽ പോലും ഈ മന്ത്രം നാരദമുനി കേൾക്കുകയായിരുന്നു അല്ലെ? ശ്രീകൃഷ്ണ ശരണം മമ. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണ് ചെയ്യേണ്ടത്? നമ്മള് ഭക്തിയോഗയാണ് ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷെ ഭഗവാൻ ഇവിടെ എല്ലാ യോഗയും നമ്മളെ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ? എല്ലാ തരത്തിലുള്ള യോഗയും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭയങ്കര കടുകട്ടിയായിട്ടുള്ള കലിയുഗത്തിൽ അനുഷ്ഠിക്കേണ്ട യോഗ എന്ന് പറയുന്നത് നാമസങ്കീർത്തനാണ് അല്ലെ? ബാക്കിയുള്ള യുഗങ്ങളിലെ സത്യയുഗത്തിലെ കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ധ്യാനയോഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ബ്രഹ്മചര്യാശ്രമം അനുഷ്ഠിക്കുന്ന ആ ഒരു വ്യക്തി ആ ബ്രഹ്മചര്യ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കയറി കഴിഞ്ഞ് നമ്മൾ നിയന്ത്രിതമായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നും ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ നിയന്ത്രിതമായിട്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകും. ഒരു 10-25 വർഷക്കാലം കുട്ടികളുമായി അവരെ ഒരു ചുമതലയിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് സറണ്ടർ ചെയ്യണം അല്ലെ? ഒരു 10-75 വയസ്സായി, കാലും അനങ്ങത്തില്ല, മുട്ടും അനങ്ങത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല, ഓർമ്മയും പോയി, വെളിവും പോയി, നമുക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന വെച്ച് നടക്കാൻ പറ്റുമോ? അത് പറ്റുമോ? ഇല്ല. നമ്മുടെ മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും ശരീരം വഴങ്ങില്ല. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ ഇതുവരെ നമ്മൾ വൈകിട്ടില്ല എന്ന് വിചാരിക്കുക. ഇനി നഷ്ടപ്പെട്ടതൊക്കെ പോയി. ഇനി നമ്മൾ ഉള്ള സമയത്ത് ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യും. എന്റെ അമ്മയ്ക്ക് 102 വയസ്സുണ്ട്. നല്ല ഓർമ്മയുണ്ട്, ശക്തിയുണ്ട്, കണ്ണും കാണാം. പക്ഷെ ഒരുപാട് നാമവും ചെല്ലും, ഒരു കുഴപ്പവും ഇല്ല.
നല്ല ഓർമ്മശക്തിയുണ്ട്. അമ്മയുടെ കുഞ്ഞുനാൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും. അതല്ലേ നല്ല കാഴ്ച. 102 വയസ്സായി. ഹരിബോൽ. അതെങ്ങനെ വളരെ ചുരുക്ക ആൾക്കാരേ ഉള്ളൂ മാതാജി. അത് ഭയങ്കര മുജ്ജന്മ സുഹൃത്തം തന്നെ പറയും അല്ലെ. ഈ ഒരു സമയത്ത് നാമം ജപിക്കുക, ഇത്രയും ഒരു ഓർമ്മശക്തി കിട്ടുക, ഇത്രയും പ്രായത്തിലും അങ്ങനെ അത് ഒരു വളരെ നല്ലൊരു സോളാണത്. വളരെ നല്ലൊരു ആത്മാവാണ്. വളരെ നല്ലൊരു അതെ മരണമായിരിക്കും അവർക്ക് വരാൻ പോകുന്നതും. കാര്യം ഭഗവാന്റെ പ്രഭു. നാമം വിളിച്ചുകൊണ്ട് തന്നെ മരിക്കാൻ പറ്റും. 2-3 മണിക്കൂറൊക്കെ നാമം ചൊല്ലും. നേരത്തെ വിളക്ക് കത്തിക്കുന്നിടത്ത് ചെന്നിരുന്ന് നാമം ചൊല്ലും. പക്ഷെ ഇപ്പൊ നടന്ന് ചെല്ലാൻ മേലാത്തോണ്ട് ഉം. കിടക്കാൻ തന്നെ ഇരുന്നുകൊണ്ട് നാമം ചെല്ലും. ചെല്ലുന്നത് തന്നെ ആയിരിക്കും പിന്നെയും പിന്നെയും ചെല്ലുന്നത്. എന്നാലും ചെല്ലും. വെളുപ്പിന് എഴുന്നേക്കും, 4 മണിക്ക് എഴുന്നേക്കും, 5 മണി തൊട്ട് തുടങ്ങും നാമം ചെലുത്ത്. അതെല്ലേ. അങ്ങനെ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അത് പണ്ടുള്ള അമ്മമാരെല്ലാം നമ്മളോട് സന്ധ്യക്ക് വിളക്കടിച്ച് നാമം ചെല്ലാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ടി വി എന്ന് പറഞ്ഞ മായപ്പെട്ടി വന്നപ്പോഴത്തേനും നമ്മളെല്ലാരും എന്താണ് ടി വി സീരിയലിന്റെ മുൻപിൽ ഇരുന്നു അല്ലെ. ആ മായപ്പെട്ടി വന്ന് നമ്മളെ എല്ലാം അതിലേക്ക് വിളിച്ചുകൊണ്ട് അങ്ങനെ നാമം ചെല്ല് വീടുകളിലെല്ലാം നിന്നുപോയി അല്ലെ. അപ്പൊ ഈ പ്രായം ചെന്ന ഇതുപോലുള്ള അമ്മമാരാണ് നമ്മളെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. വിളക്ക് കത്തിക്ക് സന്ധ്യക്ക് അവിടെ അടിച്ചു വാരി വൃത്തിയാക്കി തളിച്ച് ലക്ഷ്മി ദേവി വരുന്നതാണ്. നിങ്ങൾ എന്താണ് വിളക്കെല്ലാം കത്തിച്ചു വിട്ട് നാമം ജപിക്കാൻ പറയൂ അല്ലെ. അപ്പം അങ്ങനെയുള്ള അമ്മൂമ്മമാര്, ഇപ്പൊ മാതാജിയുടെ അമ്മയുടെ കാര്യം പറഞ്ഞു, അങ്ങനെയുള്ള അമ്മൂമ്മമാര് നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുറച്ചു പേരൊക്കെ നമ്മള് എന്താണ് ഇപ്പോഴും ഇങ്ങനെ കൃഷ്ണാബോധത്തിൽ ഇങ്ങനെ വന്നിരിക്കാൻ കാര്യം. അല്ലാതെ ഭൗതികതയിൽ ജീവിക്കുന്ന മറ്റുള്ളവരുടെ അവസ്ഥ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അവര് നാമം അവർ ചൊല്ലി ഉം നാമം ചൊല്ലിയില്ലേ മറ്റുള്ളവര് വഴക്കും പറയും. സൂര്യൻ അസ്തമിക്കാനിരിക്കണ്ട, അതിനു മുമ്പ് വിളക്ക് കത്തിച്ചിരിക്കണം. നിർബന്ധമായി. എൻ്റെ അമ്മയല്ല, എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ അമ്മ. ഉം ഞങ്ങളവിടെ താമസിക്കും, ചേട്ടന്റെ അതെ. വീട്ടിൽ ഉം താമസിക്കും. ഉം. അപ്പൊ അങ്ങനെ അത് ഹരി നല്ലൊരു ആത്മാവാണ് മാതാജി. അത് തീർച്ചയായിട്ടും കാര്യം ഈ ഒരു പ്രായത്തിലും എന്താണ് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുന്നതും ഈ ഒരു നല്ല ഓർമ്മശക്തി ഉള്ളതൊക്കെ തന്നെ ഒരു ഭയങ്കര ഒരു അനുഗ്രഹമുള്ള ഒരു ആത്മാവാണത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് തന്നെ അവർ എത്തിച്ചേരും എന്നുള്ള ഉറപ്പാണ്. ആ ഒരു നാമജപ സിദ്ധി എന്ന് പറയുന്നത് കാര്യം ഗുരുവിനെ ഒന്നും സ്വീകരിച്ചിട്ടില്ലായിരിക്കാം, ദീക്ഷ എടുത്തിട്ടില്ലായിരിക്കാം, എന്നാലും അവർക്ക് ഒരു നല്ലൊരു ആത്മാവ് തന്നെയാണ്. ഒരു പൊസിഷനിൽ തന്നെ അവർ എത്തിച്ചേരുമെന്നുള്ളത് ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. 15-ാമത്തെ ശ്ലോകം. അപ്പൊ നമ്മള് ഏതാണ് എടുത്തത്? 13-14 ശ്ലോകങ്ങൾ രണ്ടുമാണ് എടുത്തത് 6-ാമത്തെ അധ്യായത്തിലെ ഭഗവത്ഗീത. അപ്പൊ ഈ പറയുന്ന പുഷ്പവതി മാതാജിക്ക് ഭഗവത്ഗീത ഇല്ല എങ്കിൽ ഭഗവത്ഗീത അമ്പലത്തിന്റെ ഏത് നടയിലാണ് ആ പ്രഭുവിന്റെ കട? ശോഭന മാതാജിക്ക് അറിയാമല്ലോ അല്ലെ. ജിജി പ്രഭുവിന്റെ കടയുണ്ടല്ലോ, കൊള്ളമുള്ള നട ഏതാണ്? ഭക്തിവേദാന്ത ബുസ്റ്റാളല്ലേ അത് ഏത് നടയാ? അത് പടിഞ്ഞാറ നട. അത് വടക്കേ നട കുളത്തിന്റെ അടുത്ത്. കുളത്തിന്റെ അടുത്ത് വടക്കേ നട അല്ലേ. പ്രഭുപാദർ ജയപതാക സ്റ്റോർസ് ജയപതാക സ്റ്റോർസ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുഷ്പവതി മാതാജിക്ക് ഭഗവത്ഗീതയുടെ ബുക്ക് കിട്ടുന്നതാണ്. ഭഗവത്ഗീത യഥാരൂപം മാതാജി കേൾക്കുന്നുണ്ടെങ്കിൽ മാതാജി അവിടെ ചെന്ന് ഭഗവത്ഗീതയുടെ ബുക്ക് മേടിക്കുക. ഭഗവത്ഗീത യഥാരൂപം. ഇപ്പൊ മാതാജിയെ കാണാനോ സംസാരിക്കാനോ പറ്റാത്തത് മാതാജി കേൾക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല. ഇപ്പം പ്രഭു സോറി, ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ പ്രഭു. സോറി, 102 വയസ്സുള്ള അമ്മമ്മയുടെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? നാമം ചെല്ലുന്ന അമ്മൂമ്മ. അതെയോ? ഇപ്പൊ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെയല്ലേ. കാണുന്നെങ്കിൽ കാണാം, എല്ലാരും കാണട്ടെ. മക്കളും കൊച്ചുമക്കളും 102 എല്ലാരും വയസ്സെന്ന് പറഞ്ഞാൽ വലിയ പാടാ. അതെ അതെ അതെ. 102ാമത്തെ പിറന്നാളാണ്, 102 പിറന്നാൾ ആഘോഷിച്ചതാ. അതെയല്ലേ. എന്തായാലും ഒരുപാട് ഭംഗി. ഞാൻ കണ്ടു, ഫോട്ടോ കണ്ടു. കേട്ടാ പ്രഭു, ഈ അമ്മമ്മയാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ശ്ലോകം 15-ാമത്തെ ശ്ലോകം എടുക്കാൻ പോവാണ്. അപ്പൊ ആൾക്കാരെ ഒന്നും കാണുന്നില്ല. നിങ്ങളല്ലേ ഇരുട്ടെന്ന് മറിഞ്ഞിരിക്കാതെ മായയിലാണോ ആവോ? യുജ്യേനേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തി നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി.
യുജ് യുജ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. യുജ്ഞേനേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞേനേവം പദാത്മാനം യോഗി നിയതമാനസ ശാന്തി നിർവാണ പരമാം മത്സംസ്ഥാം അധഗച്ഛതി. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണമാരി മാതാജി. യുജ്ഞന്നേവം സദാത്മാനം യോഗി നിയതാത്മാനസഃ ശാന്തി നിർവാണ പരമ മത്സംസ്ഥാമധിഗച്ഛതി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഞാൻ ചൊല്ലിയായിരുന്നു. ഗീതാ മാതാജി ചൊല്ലിയായിരുന്നല്ലേ. യുഞ്ജൻ ശിലപ്രഭാതരുടെ പദാനുപത തർജ്ജമ ചെയ്ത ശിലപ്രഭാത്. ഏവം ഇപ്രകാരം നിയതമാനസഃ മനസ്സ് അടക്കി ആത്മാന ശരീരം മനസ്സ് ആത്മാവ് ഇവയെ യുജ്ഞൻ യോജിപ്പിക്കുന്ന യോഗി നിർവാണ പരമാം നിർവാണത്തിൽ എത്തിക്കുന്ന മത്സംസ്ഥാം ദൈവ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ പരവ്യോമത്തിൽ ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ കേസ് AC ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത് ജയ ശിലപ്രഭാത് ഇങ്ങനെ മനസ്സ് ശരീരം പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടികൾ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയ ജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവ സാമ്രാജ്യം പോകുന്നു അല്ലെങ്കിൽ കൃഷ്ണപദം പോകുന്നു. നമ്മള് അതിന്റെ ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥം നമുക്ക് ആരാണ് വായിക്കാനുള്ളത്? ജ്ഞാനാഭിയ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയശ്രീയിലെ പ്രഭാത് കി ജയ്. യോഗ പരിശീലനത്തിന്റെ പരമലക്ഷ്യം എന്തെന്ന് ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഭൗതികമായി ഒന്നും നേടാൻ വേണ്ടിയുള്ളതല്ല യോഗചര്യ. ഭൗതികത്വത്തെ സമ്പൂർണമായി നിർത്താൻ വേണ്ടിയുള്ളതാണ്. ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ ആരോഗ്യം വളർത്താനോ ഭൗതികമായ അഭ്യുദയത്തിനോ ആഗ്രഹിക്കുന്നവൻ യോഗിയല്ല. ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള വിരാമം കൊണ്ട് സാങ്കല്പികമായ ശൂന്യതയിൽ പ്രവേശിക്കണമെന്നില്ല. ഈശ്വര സൃഷ്ടിയിൽ എവിടെയുമില്ല ഈ ശൂന്യത. ഭൗതിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുവാൻ കഴിഞ്ഞ മനുഷ്യന് പരവ്യോമത്തിലെ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാം. സൂര്യചന്ദ്രന്മാരുടെയോ വൈദ്യുതിയുടെയോ ആവശ്യമില്ലാത്തതാണ് ഭഗവത് ധാമമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭൗതിക അന്തരീക്ഷത്തിലെ സൂര്യനെ പോലെ ആത്മീയ അന്തരീക്ഷത്തിൽ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശമുള്ളവയത്രേ. എങ്ങും ഈശ്വര സാമ്രാജ്യമേ ഉള്ളൂ. എങ്കിലും പരംവ്യോമത്തെയും അതിലുള്ള ഗ്രഹങ്ങളെയും പരംധാമം അഥവാ ഉത്കൃഷ്ട ലോകമെന്ന് വിളിച്ചു വരുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം വിവരിച്ചിട്ടുള്ള വിധത്തിൽ മച്ചിത്ത മത്പര മസ്താനം. കൃഷ്ണനെ മനസ്സിലാക്കിയ ഒരു തികഞ്ഞ യോഗിക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കും. അദ്ദേഹം ഒടുവിൽ ഭഗവത് ധാമത്തിൽ ഗോലോക വൃന്ദാവനം എന്നറിയപ്പെടുന്ന കൃഷ്ണലോകത്തിൽ എത്തുകയും ചെയ്യും. ഗോലോക ഏവ നിവസത്യ അഖിലാത്മഭൂത എന്ന് ബ്രഹ്മസംഹിത 5:37 തീർത്തു പറയുന്നു. സ്ഥിരമായി ഗോലോകമെന്ന സ്വധാമത്തിൽ വാഴുന്നുവെങ്കിലും തൻ്റെ മഹത്തായ ആത്മീയ ശക്തിയാൽ കൃഷ്ണൻ സർവവ്യാപിയായ ബ്രഹ്മമായും ഹൃദയസ്ഥനായ പരമാത്മാവായും വർത്തിക്കുന്നുമുണ്ട്. കൃഷ്ണനെയും അവിടുത്തെ പരിപൂർണ രൂപവിസ്തരണമായ വിഷ്ണുവിനെയും ശരിക്കും മനസ്സിലാക്കാതെ ആർക്കും ആത്മീയ ലോകത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ ഗോലോകമെന്ന ശാശ്വതമായ ഭഗവത്ധാമം പോകാൻ സാധിക്കുകയില്ല. അതിനാൽ കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തികഞ്ഞ യോഗി. അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്.
സ വൈ മനകൃഷ്ണ പാതാരവിന്ദയോ വേദങ്ങളും ഇത് അനുകൂലിക്കുന്നുണ്ട്. ഉദാഹരണമായി ശ്വേതാശരോപനിഷത്ത് 3:18 ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ത്വമേവ വിദ്യുത്വതി മൃത്യുമേതി. പരമപുരുഷനായ കൃഷ്ണനെ അറിയുന്നത് കൊണ്ട് മാത്രമേ ജനന മരണങ്ങളുടെ മാർഗത്തെ പിന്നിട്ടു പോകാൻ കഴിയൂ. നിഷ്കളങ്കരായ ആളുകളെ കബളിപ്പിക്കുന്ന ചില അഭ്യാസമുറകളിലോ കൺകെട്ട് വിദ്യകളിലോ അല്ല യോഗചര്യയുടെ പരിപൂർണത. ഭൗതിക ജീവിതത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിലാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഉം. ഹരേ കൃഷ്ണ. ഞാനൊരു ക്ലാസ്സിലാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ക്ലാസ്സിലാണ്, അത് കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു BMW പറ്റി പറഞ്ഞല്ലേ, BMW കാറിനെ പറ്റി. ഉം. എത്ര പേര് ആ കാർ വാങ്ങിച്ചു? പറഞ്ഞു. എത്ര പേര് ആ കാറ് കാറല്ല, സമർപ്പിച്ചു? എത്ര പേര് ആ കാർ സമർപ്പിച്ചു? നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. അതെ അല്ലേ? ബോഡി, മൈൻഡ്, ബോഡി നമ്മുടെ മൈൻഡ് വർക്ക്. ബോഡി മൈൻഡ് വർക്ക്. വർക്ക്. അപ്പം ബോഡി, മൈൻഡ്, വർക്ക്, BMW അല്ലേ? അപ്പം മനസ്സും എന്താണ്? അതെ. ശരീരവും മനസ്സും നമ്മളുടെ കർമ്മവും പ്രവൃത്തിയും ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലേ? അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള സാക്ഷാത്കാരത്തെ പറ്റി പറഞ്ഞു. ഒന്ന് ബ്രഹ്മൻ സാക്ഷാത്കാരം, ഒന്ന് പരമാത്മാ എന്റെ സാക്ഷാത്കാരം, പരമാത്മാവ് ഒന്ന് ഭഗവാൻ സാക്ഷാത്കാരം. ഭഗവാൻ. അപ്പൊ ഇതിന്റെ ഉദാഹരണം എന്താണ്? ബ്രഹ്മൻ സാക്ഷാത്കാരത്തിന്റെ ഉദാഹരണം എന്താണ്? സൂര്യ രശ്മിയും ആ, പിന്നെ വേറെന്താണ്? സൂര്യന്റെ ആ, സൂര്യഗോളവും സൂര്യഗോളത്തിന്റെ ഉള്ളിൽ ചെല്ലുന്ന അവസ്ഥ അല്ലേ? ഇതല്ലേ നമ്മൾ കണ്ടത് അല്ലേ? സൂര്യരശ്മിയിൽ ബ്രഹ്മൻ സാക്ഷാത്കാരത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കുള്ള ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സൂര്യദേവന്റെ ഉള്ളിലുള്ള ഭാഗം, സൂര്യഗോളത്തിന്റെ ഉള്ളിലുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ സൂര്യരശ്മി എന്ന് പറയുന്നത് ബ്രഹ്മൻ സാക്ഷാത്കാരം. എന്നാൽ പരമാത്മാ സാക്ഷാത്കാരം സൂര്യഗോളത്തിന്റെ ഉപരിതലം, എന്നാൽ സൂര്യഗോളത്തിന്റെ ഉള്ള് എന്ന് പറയുന്നതാണ് ഭഗവാൻ സാക്ഷാത്കാരം അല്ലെ? കാര്യം ഇതൊന്ന് ഒരിടത്തു നിന്ന് തന്നെയാണ് വരുന്നത്. ഭഗവാനാണ് ആ സൂര്യഗോളത്തിന്റെ ഉൾഭാഗമെങ്കിൽ ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ് ഇതെല്ലാം. സൂര്യരശ്മിയും സൂര്യഗോളത്തിന്റെ ഉപരിതലവും എല്ലാം എങ്കിലും ശരിക്കുള്ള സാക്ഷാത്കാരം ഇരിക്കുന്നത് എവിടെയാണ്? ആ സൂര്യഗോളത്തിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷാത്കാരം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ആദ്യത്തെ കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാര് എന്താണ്? ഈ യോഗചര്യ അനുഷ്ഠിക്കുന്ന ആൾക്കാര് ഈ പറയുന്ന എങ്ങോട്ട്? ബ്രഹ്മജ്യോതിസിലേക്ക് പോകും. അതായത് നിരാകാര ബ്രഹ്മം, ഭഗവാന് രൂപമില്ല എന്ന് വിചാരിക്കുന്നു. സർവ പ്രപഞ്ചങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു, വ്യാപിച്ചു നിൽക്കുന്നു. ഭഗവാന് രൂപമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക്, അത് നമുക്കറിയാം, ഒരുപാട് പേര് യോഗ അനുഷ്ഠിക്കുന്നവര് 99% വിശ്വസിക്കുന്ന ഭഗവാന് രൂപമില്ല എന്നാണ്. അവര് ചെയ്യുന്നത് തെറ്റാണോ? അല്ല, അവര് പറയുന്നത് ശരിയാണ്. ഭഗവാൻ എന്താണ്? പ്രപഞ്ചാകാരനാണല്ലേ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ രൂപത്തെ നമുക്ക് കാണാൻ പറ്റുമോ? പ്രപഞ്ചാകാരനായിട്ടുള്ള ഭഗവാന്റെ രൂപം നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് എന്താണ്? നമ്മുടെ കണ്ണിനും ദൃഷ്ടിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എന്താണ് കാണാൻ പറ്റുന്ന ഒരു ആകൃതിയിലാണെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാൻ എന്താണ്? ഒരേ സമയം എന്താണ്? സർവപ്രപഞ്ചങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ വിരാട് രൂപമായിട്ട്, അല്ലെങ്കിൽ എന്താണ് ആദിവിരാട് പുരുഷനും ഒക്കെ നമ്മൾ പറയുന്ന ആ ഒരു രൂപത്തില് അർജുനന് ദർശനം കിട്ടിയല്ലേ? വിശ്വരൂപ ദർശനം കിട്ടി. അപ്പൊ ആ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപവും വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗിരി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര യേശ.
യോഗോ യോഗ ഒക്കെ വിധാന വിധാനേത പ്രധാന പുരുഷേശ്വര അങ്ങനെ പറഞ്ഞു നാരസിംഹബാബു ശ്രീ നാരസിംഹബാബു. നാരസിംഹബാബു. അപ്പൊ അങ്ങനെ വിഷ്ണു സഹസ്രനാമം പോകുന്നു. തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അല്ലെ. ഈ വിശ്വാകാരനാണ് അല്ലെ. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെ. അതാണ് വിഷ്ണു എന്നുള്ള പേരിന് തന്നെ എല്ലാ സർവ്വവ്യാപിയായിട്ടുള്ള ആളാണ് വിഷ്ണു, പ്രപഞ്ചം മുഴുവൻ. അപ്പം ഇതേ ഭഗവാൻ എന്താണ് ചതുർഭുജ നാരായണ രൂപത്തിൽ 4 കൈകളുള്ള രൂപത്തില് വൈകുണ്ഠ ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിൽ ഇതേ തന്നെ ഭഗവാൻ 8 ഇഞ്ച് വലിപ്പത്തില് എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവായിട്ട് ഹൃദയത്തിൽ വസിക്കുന്നു. ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അതുപോലെ തന്നെ ഇതേ ഭഗവാൻ തന്നെ ദ്വിഭുജ ശ്യാമസുന്ദര ത്രിഭംഗ ശ്യാമസുന്ദര രൂപത്തില് എവിടെ വസിക്കുന്നു? ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുന്നു. എങ്ങനെയാണ്? ഇങ്ങനെ 3 ഒടിവുള്ള ഓടക്കുഴലിൽ ഇങ്ങനെ പിടിച്ച മയിൽപീലി തിരികിയ അല്ലെങ്കിൽ മഞ്ഞപ്പട്ടുടുത്ത, അതായത് ശ്യാമ മഴക്കാറിന്റെ നിറമുള്ള നല്ല സുന്ദര രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാനും താലോലിക്കാനും ഒക്കെ അല്ലെ, ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും അല്ലെ. എന്റെ വായിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നത്തില്ലേ? അത്രയ്ക്ക് ഓമനത്വമുള്ള ആ ഒരു സ്വരൂപത്തിലുള്ള ഭഗവാനായിട്ട് എവിടെ ഇരിക്കുന്നു? ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒരേ സമയം ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുകയും അതേസമയം അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിൽ ഇരിക്കുകയും അതേസമയം ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയും അതേസമയം ഈ സർവ ബ്രഹ്മാണ്ടങ്ങളിലും പല യുഗങ്ങൾ നടക്കുന്നിടത്ത് പലതരത്തിലുള്ള അവതാരങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇതാരെ കൊണ്ട് പറ്റും? ഭഗവാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്? നമ്മൾ ജീവിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ കലിയുഗമാണ് നടക്കുന്നത്. ഇനി കൽക്കി അവതാരമാണ് വരാൻ പോകുന്നത് അല്ലെ. ബാക്കിയുള്ളിടത്ത് ദ്വാപരയുഗം നടക്കുന്നിടത്ത് ശ്രീകൃഷ്ണനായിട്ടും, അതുപോലെ ത്രേതായുഗം നടക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ടും, സത്യയുഗം നടക്കുന്നിടത്ത് മത്സ്യം കൂർമ്മ വരാഹം നരസിംഹ വാമനൻ ഒക്കെ ആയിട്ടും അങ്ങനെ പല പല ബ്രഹ്മാണ്ടങ്ങളിൽ അവതാരങ്ങൾ എടുത്ത് കൊണ്ട് ലീലകൾ ആടിക്കൊണ്ട് നടക്കാനിട്ട് ഇദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ അല്ലെ. സദാ സർവ്വവ്യാപിയും അതേസമയം അദ്ദേഹം സ്വരൂപത്തിൽ രൂപമായിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ വസിക്കുകയും ചെയ്യുന്നു. അവതാരങ്ങളുടെ രൂപത്തിലായിട്ടും അദ്ദേഹം ഗുരുവിന്റെ രൂപത്തിൽ കലിയുഗത്തിൽ നമുക്കൊക്കെ ദർശനം തരുന്നു. ഗുരുവായിട്ട് വന്നിട്ടല്ലേ, മനുഷ്യ രൂപത്തിൽ ജീവിച്ചിരിക്കുന്ന ഗുരുവായിട്ട് ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ ഈ നമ്മൾ ഈ 3 സാക്ഷാത്കാരത്തിലുള്ള ആൾക്കാർ എവിടെയൊക്കെ എത്തുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. ബ്രഹ്മജ്യോതിസിൽ എത്തിച്ചേരുന്നവരുണ്ട്, ബ്രഹ്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ കാറ്റഗറി പറഞ്ഞ ആ ഒരു വ്യക്തികൾ അല്ലെ. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നവര് ചതുർഭുജ നാരായണ രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ വൈകുണ്ഠ ലോകങ്ങളിൽ എത്തിച്ചേരും. എന്നാൽ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാര് അവര് എവിടെ എത്തിച്ചേരും? അവര് ഗോലോക വൃന്ദാവനം, ഭഗവാൻ സാക്ഷാത്കാരം. ആ ഭഗവാൻ സാക്ഷാത്കാരത്തിന്റെ ആ കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ കൃഷ്ണലോകത്തിൽ എത്തുന്ന ഗോലോക വൃന്ദാവന പ്രാപ്തി, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവ സാമ്രാജ്യത്തിൽ എത്തുന്നു. ആ ദൈവ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണലോകം ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടാണ്. അപ്പൊ ആ അതീന്ദ്രിയ ജ്ഞാനി, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് ഭഗവാനെ പറ്റി ജ്ഞാനം ഉദിച്ച ആ ഒരു വ്യക്തി ചെന്നെത്തുന്ന സ്ഥലം എന്താണ്? ഗോലോകം അല്ലെങ്കിൽ കൃഷ്ണലോകം. ഭഗവാന്റെ സ്വധാമത്തിൽ നമ്മൾ എവിടെയായിരുന്നു അവിടെ നമ്മൾ എത്തിച്ചേരുന്നു. നമ്മൾ എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്നു. നമ്മളുടെ സ്വധാമം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഭവനം, നമ്മളുടെ പിതാവിന്റെ അടുത്തേക്ക് പിന്നെ ജന്മമില്ല. നമ്മൾ നമ്മുടെ പിതാവിന്റെ മാതാവിന്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചെത്തുന്നു. മാതാവ് ആരാണ്? നമ്മുടെ രാധാറാണി അവിടെ നമ്മളെ നോക്കി ഇരിക്കുകയാണല്ലേ. നമ്മളെല്ലാം തെറ്റ് ചെയ്യപ്പെട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് താഴ്ത്തപ്പെട്ടവരാണ്, അല്ലെങ്കിൽ പതീതരാണ്, താഴേക്ക് പതിച്ചവരാണ്. അപ്പൊ ഈ പതീതരായിട്ടുള്ള ജീവാത്മാക്കളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവും നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളെ പോലെയുള്ള പതീതരായിട്ടുള്ള ആത്മാക്കളെ വീണ്ടും നമ്മുടെ സ്വഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നിരിക്കുന്ന ഉപാധിയാണ്. അപ്പൊ നിങ്ങളത് എല്ലാവരും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ എടുത്ത് ഇത് ആചരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ അത് നമ്മൾ എത്ര പാലിക്കാൻ പറ്റുന്നോ അതുപോലെയൊക്കെ നിങ്ങളത് ആചരിക്കുക.
ആചരിക്കുക. അതുപോലെ തന്നെ ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് അറിയാം, ഒരുപാട് നമ്മുടെ സമയം പല രീതിയിലും പോകുന്നുണ്ട്. മായ നമ്മളെ പല രീതിയിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ മായയുടെ ആ ആ ഒരു ആക്രമണത്തിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണമെങ്കിൽ എന്താണ്, നമ്മൾ സദാ ബിസി ആയിട്ടിരിക്കണം അല്ലെ, തിരക്കുള്ളവരായിരിക്കണം അല്ലെ. തിരക്കുള്ളപ്പോൾ മായയ്ക്ക് അങ്ങോട്ടേക്ക് അടുക്കാനായിട്ടുള്ള സമയം പോലും കിട്ടത്തില്ല. നമുക്ക് വെറുതെ ഒരു സമയം നമ്മൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മായ ദേ ഇങ്ങനെ വന്ന് നമ്മളെ ആലിംഗനം ചെയ്ത് നമ്മളെ അങ്ങ് സ്നേഹിച്ച് കൊല്ലും. എന്നാൽ നമ്മൾ ഭഗവാന്റെ സേവയിൽ തിരക്ക് പിടിച്ചവരായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മായ നമ്മുടെ ആ ഭാഗത്തേക്ക് അടുക്കത്തില്ല. കാര്യം ഭഗവാന്റെ സേവ ചെയ്യുന്ന സ്ഥലത്ത് മായ ആ ഏരിയയിലേക്ക് വരത്തില്ല. കാര്യം എന്താണ്, എപ്പോഴും നമുക്ക് അലസതയോ അല്ലെങ്കിൽ ഇതോ വന്നിരിക്കുന്ന സമയത്താണ് മായ നമ്മളെ വന്ന് ആലിംഗനം ചെയ്യുന്നത്, നമ്മളെ പ്രേമിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ മായാദേവി നമ്മുടെ ചുറ്റോട് ചുറ്റും ഇരുന്ന് നമ്മളെ എല്ലാം നോക്കി ചിരിക്കുന്നുണ്ട്, എങ്ങനെ ഇവനെ ഒന്ന് വലവിശി പിടിക്കാവുന്നല്ലേ. അതുകൊണ്ട് അപ്പം മായാദേവിയുടെ ആ ഒരു കൈകളിൽ ആരും എത്തിപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ അടുക്കല്. എന്റെ കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. കാര്യം എനിക്കും ഒരുപാട് മായ എന്നെ കയറി പിടിക്കാറുണ്ട് ഓരോ തരത്തിലും. അപ്പം അതുകൊണ്ട് മായ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാതിരിക്കട്ടെ. നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പൻ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ 3 ശ്ലോകങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായ എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് എന്താണ് ഹരിനാമ കീർത്തനത്തിലേക്ക് എത്താം. ഹരേ കൃഷ്ണ. മനസ്സിലായോ? കൃഷ്ണ പ്രഭു. എഴുതി പറയാം. എന്തായാലും ഒരു കുട്ടനാട്ടെ പറഞ്ഞോ മാതാജി, ശാന്തകുമാരി മാതാജി. പ്രഭു നമ്മള് ഈ ഭഗവത് സാക്ഷാത്കാരം എന്ന് വെച്ചാൽ 3 തരത്തിലുണ്ട്. പിന്നെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. അപ്പൊ ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോകുന്നവര് അവര് പിന്നെ ഈ ബ്രഹ്മജ്യോതിലാണ് ലയിക്കുന്നത്. അവർക്ക് പിന്നെ ആസ്വാദനമില്ല, ലയനം മാത്രമേ ഉള്ളൂ, ആസ്വാദനമില്ല അവർക്ക്. അവിടെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് പിന്നെ അവർ പിന്നെ ഭൂമിയിൽ ജനിക്കാൻ ഇടവരുന്നു. അതാണ് അങ്ങനെ ഓർക്കാൻ പറ്റുന്ന അബദ്ധം. രണ്ടാമത് പരമാത്മാവ് സാക്ഷാത്കാരം. പരമാത്മാവ് സൂര്യൻ ബ്രഹ്മജ്യോതിക്ക് ഉള്ളില് സൂര്യന്റെ പുറത്ത് ഉപരിതലത്താണ് പിന്നെ പരമാത്മാവ്. അപ്പൊ അതും ഈ പിന്നെ വൈകുണ്ഠങ്ങളിലെ പൂജ വൈകുണ്ഠത്തിലെ ചതുർഭുജ വിഷ്ണു രൂപത്തിൽ ലയിക്കുന്നു. അവിടോട്ട് പോകുന്നു, വിഷ്ണു രൂപത്തിൽ പോകുന്നു. അപ്പൊ ആ സാക്ഷാത്കാരം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഭഗവത് സാക്ഷാത്കാരം സൂര്യന്റെ ഉള്ളില് എന്ന് വെച്ചാൽ ഗോലോകത്തിൽ നമ്മൾ പോകുന്നു. പിന്നെ നമുക്ക് ഭഗവാന്റെ ദാസനായിട്ട് അവിടെ കഴിയാം. പിന്നെ നമുക്ക് ജന്മമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സാക്ഷാത്കാരത്തിൽ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത്രയും പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇതിപ്പോ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അതിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം പ്രഭു. മറവിയുണ്ട്. അതെ അതെ അതെ. ഹരേ കൃഷ്ണ. നമുക്ക് നല്ല മറവിയുണ്ട്, ചീത്ത മറവിയുണ്ട്. എല്ലാം വായിക്കുന്നു എടുക്കുന്നുണ്ട്. അതെ അല്ല, നല്ല മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ശത്രുതയും വിരോധവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകട്ടെ. അതുപോലെ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ സദാ ഓർമ്മിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഒന്നും ചെയ്തില്ല പ്രഭു, ഒന്നുമില്ല. നേരത്തെ ഒക്കെ നമ്മൾ എന്തെങ്കിലും പേർക്ക് ഇപ്പൊ ഒരു കാര്യവുമില്ല. അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. എനിക്ക് ഉള്ളിൽ വേണ്ടവേ ഇല്ല, തീർന്നു. ഭഗവാനുമായിട്ടുള്ളതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ശോഭന മാതാജിക്ക് എന്തെങ്കിലും പോയിന്റുണ്ടോ? കൃഷ്ണ പ്രഭു, പരമാത്മാവായി നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് പരമാത്മാവായി ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഉദ്ദേശം ഭഗവാനെ അറിയുകയാണ്. എന്താ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഭഗവാനെ പറ്റി അറിയുകയാണ്. പിന്നെ സാക്ഷാൽ നമ്മള് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. നമ്മൾ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. പിന്നെ ഒന്നുമില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ.
കൃഷ്ണാവബോധവാന് മാത്രമേ യോഗത്തിൽ പരിപൂർണത നേടാൻ സാധിക്കൂ. കൃത്രിമമായി ആഹാരം ഉപേക്ഷിക്കുകയും സ്വന്തം സൃഷ്ടിച്ച ഉപവാസ ചടങ്ങുകളും യോഗാഭ്യാസവും അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഒരാൾക്ക് യോഗ പരിപൂർണത നേടാനാവില്ല. കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയോ ആവശ്യമില്ലാതെ ഉപവസിക്കുകയോ ഏറെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ആണ് ഒരാൾ യോഗ പരിശീലനത്തിന് കഴിവ് നേടുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആ യോഗത്തിന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അതിലേക്ക് നമ്മൾ കൂടുതൽ പോയില്ല. കാര്യം നമ്മളുടെ ഭക്തിയോഗയാണ് എടുക്കുന്നത്. ഞാനത് കാരണം കൂടുതൽ മറ്റേ ധ്യാനയോഗത്തിന്റെ ആ ഒരു പ്രോസസ്സിലേക്ക് പോയില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഹരിനാമ കീർത്തനം എടുക്കാം. ബാക്കി പ്രഭുവിന് എന്തെങ്കിലും പോയിട്ടുണ്ടോ? അതല്ല. അപ്പൊ അങ്ങനെ പ്രഭു ഞാൻ ഇറങ്ങട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഹരിനാമ കീർത്തനത്തിലെ ആ ഒരു ശ്ലോകമാണ്. ഇന്ന് ഏതാണ്? എത്രയാണ് നോക്കേണ്ടി വരുമോ? സാറിന് രതിദേവി മാതാജി കൃത്യമായിട്ട് അറിയാമായിരുന്നു. മാതാജി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ശ്ലോകം 47, 48. ഹരേ കൃഷ്ണ. ഹരിനാമ കീർത്തനം ശ്ലോകം 47. ദമ്പായ വന്മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവതിയില്ലാത്ത കായ്കനികൾ എൻ പേരിലൊത്തരികിൽ വാഴായി വതിന്നുഗതി നിൻ പാദഭക്തി ഹരി നാരായണായ നമാം. ജ്ഞാനാംബിക മാതാജി. ജ്ഞാനാംബിക മാതാജി. ബുക്ക് എടുത്തില്ല. ഹരേ കൃഷ്ണ. തെറ്റിയുണ്ടെ തിരുത്തനെ പ്രഭു, ഞാൻ ബുക്ക് എടുത്തില്ല. രംഭാവന്മരം അതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളുത്തവതി ഇല്ലാത്ത കായികനികൾ അൻപേരില്ലാത്തരിവിൽ വാഴായ്വതിന്നുഗതി നിൻപാദ ഭക്തി ഹരിനാരായണായ നമാം. എൻ പേരിൽ ഒത്തരികിൽ നിന്നാണ്. എൻ പേരിൽ ഒത്തരികിൽ നിന്നാണ് ഇതിനകത്ത്. ഗീതാ മാതാജി. കാണാതെ പണ്ടൊക്കെ പഠിച്ചിരുന്നോണ്ടറിയാം. ഗീതാ മാതാജി. ദംഭായ വന്മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയില്ലാത്ത കായ്കനികൾ അൻപേറിയ തരുവിൽ വാഴായി വതിന്നുഗതി നിൻ പാദ ഭക്തി ഹരിനാരായണായ നമം. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അൻപേറിയ തരുവിൽ, തരു എന്ന് പറയുമ്പോ വൃക്ഷം. അൻപേറിയ തരുവിൽ വാഴായി വതിന്നുഗതി. ഇതിനകത്ത് അങ്ങനെയാ. അതെ, ഇവിടെ ഇതിന് എൻ പേര് ഒത്തരികിൽ വന്നാണ് എഴുതിയത്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ദംഭായ, ദംഭ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കഴിഞ്ഞ പ്രാവശ്യം എടുത്താ. ഇതെടുത്താണോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്താ. ദംഭം മതം എന്ന് പറഞ്ഞ ഞാൻ അർത്ഥം എഴുതിയിട്ടിട്ടുണ്ട്. ദംഭായ വന്മരം മതം. അല്ല മാതാജി, അതിന് ഞാൻ മുൻപത്തെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ധല്ലിനു മീതെ എന്നുള്ള അവിടെ ഇതേ അർത്ഥം ഉണ്ടായിരുന്നു. വിവേകമില്ലാതെ എടുച്ചാട്ടത്തിന് മീതെ മറ്റൊന്നും ആവശ്യമില്ലെന്ന് തെറ്റിദ്ധരിച്ച് വേണ്ട. ദംഭം, ദംഭം എന്നുള്ളതിന് എഴുതിയായിരുന്നോ? മതം എന്നല്ലേ അർത്ഥം. ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് മതം. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്. ഈ ശ്ലോകം മാറിയത്. അപ്പൊ ഇത് ധന്യോഗം എന്നുള്ളതാണോ തുടങ്ങണ്ടേ? എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. മതമാകുന്ന വലിയ വൃക്ഷത്തിന്റെ ഉള്ളിൽ നിന്നും ചില അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളിരിട്ട് എണ്ണമറ്റ കാമക്രോധ ആദി വികാരങ്ങളാകുന്ന കായ്കളും കനികളും നിറഞ്ഞ് എന്റെ ജീവിതത്തെ സദാ കളയാതിരിക്കുന്നതിന് ഒരേ ഒരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ്. ഹരിനാരായണൻ നമസ്കാരം. ഇത് എടുത്തായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അറിയാമല്ലോ. ഞാൻ അടിയിൽ വരയിട്ട് അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. അതെ, എടുത്തതല്ലേ? എടുത്തതാണല്ലേ? ഓക്കെ. ഇനി അടുത്ത ശ്ലോകം നമ്മൾ എടുക്കുകയാണ്. ധന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി എന്നല്ല കാൺകൊരു കൊടുങ്കാടു
ദംഭമയമൊന്നിച്ചു കൂടിയതു നാരായണായ നമം. ധന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി എന്നല്ല കാൺകൊരു കൊടുങ്കാടുഡംഭഭയമൊന്നിച്ചു കൂടിയതു നാരായണായ നമം. ഗീത മാതാജി. കേക്കത്തില്ല. മാതാജി പറയുന്നത് കേക്കത്തില്ല. അന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുദന്തിമയമൊന്നിച്ചു കൂടിയതു നാരായണായ നമ. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ അഭിയ മാതാജി ഒന്ന് വായിച്ച ബുക്കില്ല. ഞാൻ വായിക്കാം. തന്യോഹമെന്നു മതി മന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുദന്തിമയം ഒന്നിച്ചു കൂടിയതു നാരായണായ നമം. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഐശ്വര്യ മഹിമ കൊണ്ട് ഞാൻ ധന്യനാണെന്നും ഞാൻ മറ്റുള്ളവരെക്കാൾ മാന്യനാണെന്നും ഞാൻ വേണ്ടതിലധികം പുണ്യങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നും അനേക തരത്തിൽ ഇപ്രകാരം മതമയമായ ഒരു കൊടുങ്കാട് തന്നെ ഭക്തിഹീനമായ മനുഷ്യന്റെ ചിത്തത്തിൽ ഒരുമിച്ച് തഴച്ചു വളരുന്നത് കാണാൻ കഴിയും. നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്തിഹീനനായ ഒരാൾക്ക് ഞാൻ എന്തോ വലിയ ആളാണ്, എനിക്ക് ഭയങ്കര ഐശ്വര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ധന്യനാണ്, ഞാൻ എന്താണ് മറ്റുള്ളവരെക്കാളൊക്കെ ഒരുപാട് മാന്യത കിട്ടേണ്ട വ്യക്തിയാണ് എന്നൊക്കെ വേണ്ടതിലൊക്കെ ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത വ്യക്തി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ ഞാൻ ഒരുപാട് അഹങ്കരിക്കുന്നു. ഇപ്രകാരം ഒരു മതമയമായ ഒരു കൊടുങ്കാട് തന്നെ ഭക്തിഹീന മനുഷ്യന്റെ ചിത്തത്തിൽ ഒരുമിച്ച് ഇതേപോലെയുള്ള അഹങ്കാരങ്ങൾ ഒരു കൊടുങ്കാട് എങ്ങനെ തഴച്ചു വളരുന്നതോ അതുപോലെ ഒരു ഭക്തിഹീനനായ ഭക്തിയില്ലാത്ത ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ തഴച്ചു വളരുന്നു. ഭക്തിയുള്ള ആൾ എന്താണ് പറയുന്നത്? ഞാനാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപി, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് കഴിവില്ലാത്ത വ്യക്തി, അല്ലെങ്കിൽ ഒട്ടും ഭക്തിയില്ലാത്ത വ്യക്തി ഞാനാന്നേ പറയുള്ളൂ. എനിക്ക് ഭക്തിയുണ്ട്, ഞാൻ വലിയ ഭക്തനാണെന്ന് ആരെങ്കിലും ഭക്തിയുള്ള ആൾക്കാരെല്ലാം അഹങ്കരിക്കുവോ? ഞാൻ ഭഗവാന്റെ അടുത്ത ആളാണ്, ഗുരുവായൂരപ്പന്റെ അടുത്ത ആളാണ് എന്നൊക്കെ പറയുമോ? ഇല്ല, ഞാൻ ഗുരുവായൂരപ്പന്റെ ഏറ്റവും അകന്ന ഏറ്റവും അടുത്ത ദൂരെ. അതല്ലേ പ്രഭു പറയുന്നത്, തൃണാദപി സുനീചേന, ഒരു പുല്ലിനെ പോലെ താഴ്ന്നവനായിരിക്കണം എന്ന് പറയുന്നത്. തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണിന. ഒരു മരത്തിനെ പോലെ സഹിഷ്ണുത ഉണ്ടായിരിക്കണം. മരം എന്താണ്? അത് വെട്ടുന്ന ആൾക്കൂടെ തണല് കൊടുക്കും. എന്നാൽ പുല്ലെന്താണ്? ചവിട്ടുന്ന ആൾക്കാർക്ക് അത് വീണ്ടും താന്നു കൊടുക്കുന്നു, അല്ലെ? അതേപോലെ ആയിരിക്കണം നമ്മളൊരു കൃഷ്ണഭക്തൻ. അതായത് പരാദുഃഖി ദുഃഖി ആയിരിക്കണം വൈഷ്ണവര്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എപ്പോഴും ദുഃഖിക്കുന്ന വ്യക്തിയായിരിക്കണം, അവർക്ക് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഏറ്റവും എളിയ ഭക്തന്മാരിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ആളാണ് നമ്മൾ എന്നുള്ള ഭാവമായിരിക്കണം. ഒരിക്കലും ഭക്തന്മാരുടെ എത്രയോ ദാസാനു ഏറ്റവും ലാസ്റ്റത്തെ ഭക്തന്റെയും ഭൃത്യന്റെയും ഭക്തനാണ്. ആ ഒരു ഇതായിരിക്കണം നമ്മളുടെ മനോഭാവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാരുടെയൊക്കെ ഞാൻ ഒരു വലിയ അഭിമാനിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ അങ്ങനെ ഒരുപാട് അഹങ്കരിക്കുന്നു. അവരുടെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം. നന്നായി ദഹിച്ചോരു സഹസ്രധാരയിൽ അതിന്നീറ്റിൽ നിൻ കരുണ വന്മാരി ചെയ്തു മുന്നം മുളച്ച തവ ഭക്തിക്കു ചേർക്ക വളമിന്നേ കൃപാനിലയ നാരായണായ നമം. നന്നായി ദഹിച്ചോരു സഹസ്രധാരയിൽ തന്നീറ്റിൽ നിൻ കരുണ വന്മാരി ചെയ്തു മുന്നേ മുളച്ച തവ ഭക്തിക്കു ചേർക്ക വളമിന്നേ കൃപാനിലയ നാരായണായ നമം. അപ്പോൾ ഇവിടെ നമുക്ക് മാതാജി, ജനപ്രിയ മാതാജി.
തെറ്റുമോ എന്താ പ്രഭു, എന്താ നോക്കാം. നന്നായി ദഹിച്ചോരു സഹസ്രാരധാരയിൽ അതിൽ നീറ്റി നിൻ കരുണ വന്മാരി പെയ്തു പുനർ മുന്നം മുളച്ച മുള ഭക്തിക്കു വാഴ്ത്തുവതും ഇന്നേ കൃപാനിലയ നാരായണായ നമ. ശരിയാണോ പ്രഭു? ആ ഗീതാ മാതാജി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇന്ന് നമ്മൾ പഠിച്ച ധ്യാന യോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്ലോകമാണ്. നന്നായി ഗരിക്കൊരു ആ. സഹസ്രാരധാരയിലതിന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനർ മുന്നം മുളച്ച മുള ഭക്തിക്കു വാഴ്ത്തുവതും ഇന്നേ കൃപാനിലയ നാരായണായ നമ. നന്നായി ദഹിച്ചോരു സഹസ്രാരധാരയില്, അതായത് സഹസ്രാരതല നന്നായി ഗരിക്കൊരു എന്നാണ് നന്നായി ഗതിക്കൊരു എന്നാണ് ഞങ്ങളുടെ പുസ്തകത്തില്. അതെയല്ലേ, നന്നായി ദഹിച്ചോരെന്നാണ്. അതായത് നന്നായി ദഹിച്ച്, അതായത് ദഹിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരുവത്തിനായിട്ടാണ് ഇവിടെ എത്തുന്നത് അല്ലേ? അതായത് ഒരു അഗ്നിയാണല്ലോ കൊണ്ടുവരുന്നത് അല്ലെ, ജഡരാഗ്നി അല്ലെ, ഇങ്ങനെ നമ്മുടെ ഈ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ഒരു അഗ്നി അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സിനെയാണല്ലോ ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ നന്നായിട്ട് പാകം വന്നതാണ് അല്ലെ. അത് എത്ര സാധന കൊണ്ടാലാണ്, എത്ര പരിശ്രമിച്ചാലാണ് നമ്മുടെ മൂലാധാര ശക്തിയെ കുണ്ടലിനിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അല്ലെ, നിർഗന്ധലയില്. അപ്പൊ അവിടെ എത്തിയിട്ട് നിൻ കരുണ വന്മാരി, അപ്പൊ അവിടെ ഇപ്പം ആനന്ദാമ്പതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം അല്ലെ, പൂർണ്ണമായിട്ടുള്ള അമൃത് വർഷിക്കുന്ന സ്ഥലമാണ് അല്ലെ, പൂർണ്ണമായിട്ടുള്ള അമൃത് വർഷിക്കുന്ന സ്ഥലമാണ് അല്ലെ, ആനന്ദം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അല്ലെ. ആ വന്മാരി ചെയ്ത് മുന്നം മുളച്ചതോ ഭക്തിക്ക് ചേർക്ക വളം ഇന്നേ കൃപാനിലയ നാരായണ എന്നല്ല. അപ്പൊ ഇവിടെ ചെന്ന് അത് നിൽക്കുമ്പോൾ അതിനൊരു വളം ഇട്ട് കൊടുക്കുന്നത് പോലെ, അതായത് നമ്മൾ എന്താണ്, ഒരു ചെടിയിൽ ഇങ്ങനെ കായൊക്കെ ഉണ്ടാകുന്ന നേരത്തെ നമ്മൾ അതിനൊരു വളം ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്, ആ കായൊക്കെ നല്ല പരിപോഷിച്ച് നല്ല വലുതായിട്ട് വന്ന് നല്ല പഴമായി മാറുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടം വരെ എത്തിച്ച് നല്ല ദഹിച്ച് പാകപ്പെട്ട ഒരു മൂലാധാര പ്രാണനെ ഇവിടെ എത്തിച്ച് അത് ആ സഹസ്രാരാധള നമ്മുടെ സുധാസാരാഭി വർഷണി, സുധ ഇങ്ങനെ വർഷിക്കുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് ആ ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ലൊരു വളം ഇട്ട് കൊടുത്ത് ഒരു ചെടി തഴച്ചു വളരുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയാണ് ഉണ്ടാകുന്നത് അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഭക്തി എന്ന് പറഞ്ഞ വളം കൂടി അവിടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും. ഈ യോഗികൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഇവിടെ കയറ്റി നിർത്തി കഴിഞ്ഞ് ഭക്തി ഇല്ലെങ്കിലോ എവിടെ പോവും? എവിടെ പോയി ചെല്ലും? ബ്രഹ്മജ്യോതിയിലേക്ക് പോകും. ഭക്തിയുള്ളവരാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകും. അപ്പൊ ആ ഒരു വളം, ഭക്തി എന്ന് പറഞ്ഞ വളം ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തി വേണ്ട, യോഗസാധനം മതി. ആ അതാണ് പറയുന്നത്. നല്ല ഉദാഹരണമല്ലേ, വളം ഇട്ട് കൊടുക്കുക. ഭക്തി എന്ന് പറഞ്ഞ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെന്താണ് വേണ്ടത്? ഇവിടം വരെ നമ്മൾ എത്തിച്ചിട്ട് യോഗ സാധനയിലൂടെ ഈ സാധനം എത്തിച്ചിട്ട് ഭക്തിയാകുന്ന വളം ഇട്ട് കൊടുത്ത് അതിനെ തഴച്ചു വളർത്തിയാണെങ്കിൽ നേരെ അത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. നമ്മളിന്ന് 6 മിനിറ്റ് കൂടുതലെടുത്തു. ഇനി ആർക്കെങ്കിലും സംശയം ഒന്നുമില്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവ.